أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أما بعد فأعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين من ذا الذي يقرض الله قرضا حسنا فيضاعفه له أضعافا كثيرا والله يقبض ويبسط وإليه ترجعون. അള്ളാഹുവിന് നല്ല കടം നൽകുന്നവൻ ആരുണ്ട്? അങ്ങനെ അവൻ നൽകുന്നതായാൽ അവൻ അനേകമിരട്ടിയായി വർദ്ധിപ്പിച്ചു കൊടുക്കും. അള്ളാഹു ഉപജീവനം ഞെരുക്കുകയും വിശാലമാക്കുകയും ചെയ്യുന്നു. അവനിലേക്ക് തന്നെയാണ് നിങ്ങളുടെ മടക്കം. ഈ ആയത്തിൽ അള്ളാഹുവിന് കടം കൊടുക്കുന്നതിനെ പറ്റി പറയുന്നു. ഇതിന്റെ അർത്ഥം നൗസുബില്ല, അള്ളാഹുവിന് മനുഷ്യന്റെ പണം ആവശ്യമുണ്ടെന്നും അവൻ തന്റെ ആവശ്യങ്ങൾ പൂർത്തീകരിക്കാൻ കടം ചോദിക്കുന്നു എന്നുമല്ല. കടം എന്നതിന് പൊതുവിൽ ഒരു അർത്ഥമുണ്ട്. അതാണ് നമ്മൾ കടത്തിന്റെ ഇടപാടുകളിൽ ഉപയോഗിക്കുന്നത്. അതായത് ആരിൽ നിന്നെങ്കിലും കടം വാങ്ങുകയും കൊടുക്കുകയും ചെയ്യുക. എന്നാൽ ഇതിന്റെ ഭാഷാപരമായ അർത്ഥം നല്ലതോ ചീത്തയോ ആയ പ്രതിഫലം നൽകുക എന്നുമുണ്ട്. ഇവിടെ ഇതിന്റെ അർത്ഥം അള്ളാഹുവിന്റെ മാർഗത്തിൽ ചെലവഴിക്കാൻ ആരുണ്ട്, അങ്ങനെ അള്ളാഹു അയാൾക്ക് ഏറ്റവും നല്ല പ്രതിഫലം നൽകുന്നതാണ്. ആയതിനാൽ അള്ളാഹുവിന് വേണ്ടി ചെലവഴിക്കുക, കൊടുക്കുക തുടങ്ങിയ പ്രശ്നമുദിക്കുമ്പോൾ അത് അള്ളാഹു ആ പ്രവൃത്തി ചെയ്യുന്നവർക്ക് ഏറ്റവും നല്ല പ്രതിഫലം നൽകും എന്നാകുന്നു. അതായത് അള്ളാഹുവിന് വേണ്ടി ചെലവഴിക്കുമ്പോൾ, അള്ളാഹുവിന് വേണ്ടി നൽകുമ്പോൾ അള്ളാഹു അതിന് ഉത്തമമായ പ്രതിഫലം നൽകുന്നതാണ്. വിശുദ്ധ ഖുർആനിൽ മറ്റ് സ്ഥലങ്ങളിലും അള്ളാഹു ത്യാഗങ്ങളെ പറ്റിയും ധനത്യാഗത്തെ പറ്റിയും പറഞ്ഞിട്ടുണ്ട്. അള്ളാഹുവിന്റെ ദീനിനു വേണ്ടിയും അള്ളാഹുവിന്റെ സൃഷ്ടികളുടെ പുരോഗതിക്ക് വേണ്ടിയും ചെലവഴിക്കുന്നവരെ അള്ളാഹു തനിക്ക് വേണ്ടി ചെലവഴിക്കുന്നവർക്ക് തുല്യമായിട്ടാണ് പരിഗണിച്ചിട്ടുള്ളത്. അള്ളാഹുവിന്റെ മാർഗത്തിൽ ചെലവഴിക്കപ്പെടുന്നവ നഷ്ടമാകുന്നതല്ല, മറിച്ച് അത് അള്ളാഹു അനേകമിരട്ടിയായി തിരികെ തരുന്ന കടമാകുന്നു. ആയതിനാൽ അള്ളാഹുവിന് എന്തെങ്കിലും കടത്തിന്റെ ആവശ്യമുണ്ടെന്ന് ആരും തെറ്റിദ്ധരിക്കരുത്. അള്ളാഹു റബ്ബ് അഥവാ പരിപാലകൻ ആകുന്നു. അവൻ എല്ലാ പ്രപഞ്ചത്തെയും പരിപാലിക്കുന്നവനും എല്ലാവർക്കും കൊടുക്കുന്നവനുമാകുന്നു. അവന് യാതൊരു ആവശ്യവുമില്ല. അവൻ തന്നെ സംബന്ധിച്ച് കടം എന്ന പദം പ്രയോഗിക്കുമ്പോൾ അതിന്റെ അർത്ഥം എന്റെ മാർഗത്തിൽ ചെലവഴിക്കുകയും എന്റെ അളവറ്റ അനുഗ്രഹങ്ങൾ കരസ്ഥമാക്കുകയും ചെയ്യുവിൻ എന്നാകുന്നു. എനിക്ക് ഉത്തമമായ കടം നൽകുന്നവൻ ആരുണ്ട്? ഈ ചോദ്യം ഉന്നയിച്ചുകൊണ്ട് എന്റെ മാർഗത്തിൽ ചെലവഴിച്ചുകൊണ്ട് എന്റെ അളവറ്റ അനുഗ്രഹങ്ങൾക്ക് അവകാശിയാകാൻ ആയിക്കൊണ്ടിരിക്കാൻ ആരുണ്ട് എന്നതിലേക്കാണ് പ്രേരണ നൽകുന്നത്. തുടർന്ന് അതിന്റെ വിശദീകരണം നൽകുന്നു. ഞാൻ നിങ്ങളുടെ കടം എന്റെ അടുക്കൽ വെക്കാൻ വേണ്ടി, എന്റെ ആവശ്യങ്ങൾ പൂർത്തീകരിക്കാൻ വേണ്ടിയല്ല ചോദിക്കുന്നത്, മറിച്ച് നിങ്ങൾക്ക് അനേകം ഇരട്ടിയായി നൽകാൻ വേണ്ടിയാണ് നിങ്ങളോട് ഇത് പറയുന്നത്.
അതിനുവേണ്ടിയാണ് നിങ്ങളോട് കടം ചോദിക്കുന്നത്. നിങ്ങൾ എന്റെ ദീനിനു വേണ്ടി, എന്റെ സൃഷ്ടികൾക്ക് വേണ്ടി ചെലവഴിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് പല മടങ്ങായി വർദ്ധിപ്പിച്ചെരുന്നതിന് വേണ്ടിയാണ് പറയുന്നത്. നിങ്ങൾ എന്റെ ദീനിനു വേണ്ടി, എന്റെ സൃഷ്ടികളുടെ അഭിവൃദ്ധിക്ക് വേണ്ടി ചെലവഴിക്കുകയാണെങ്കിൽ അനേകമിരട്ടിയായി ഞാൻ നിങ്ങൾക്ക് തിരിച്ചു നൽകുന്നതാണ്. അർള ഹസന, ഏറ്റവും നല്ല കടം എന്ന് പ്രയോഗിച്ചുകൊണ്ട് പറയുന്നു, നിങ്ങൾ സ്വന്തം ഇഷ്ടപ്രകാരം സന്തോഷപൂർവം ഈ ചെലവ് ചെയ്യുകയാണെങ്കിൽ അത്തരം ചെലവഴിക്കൽ അത് അള്ളാഹുവിന്റെ മാർഗത്തിൽ ആയിരിക്കുന്നതാണ്. അത് നിങ്ങളുടെ പക്കൽ നിന്നുള്ള ഏറ്റവും നല്ല കടമായിരിക്കും. അത് അള്ളാഹു അനേകമിരട്ടിയായി തിരിച്ചു തരുന്നതുമാണ്. ഹദ്രത്ത് മസീമോദ് അലി ഇസ്ലാം തന്റെ ഒരു സദസ്സിൽ ഇത് സംബന്ധിച്ച് വിവരിച്ചുകൊണ്ട് ഒരിടത്ത് പറയുന്നു, അള്ളാഹു കടം ചോദിക്കുന്നത് കൊണ്ടുള്ള വിവക്ഷ മആദല്ല, അള്ളാഹുവിന് ആവശ്യമുണ്ടെന്നും അവൻ ആശ്രിതനാണ് എന്നുമല്ല. അത്തരം ചിന്ത പോലും കുഫ്റാകുന്നു. മറിച്ച് അതിന്റെ അർത്ഥം പ്രതിഫലത്തോടെ തിരികെ നൽകും എന്നാകുന്നു. അതായത് വർദ്ധിപ്പിച്ചു തരുന്നതാണിത്. ഇത് അള്ളാഹു അനുഗ്രഹിക്കുന്നതിനുള്ള രീതിയാകുന്നു. മറ്റൊരു സന്ദർഭത്തിൽ ഹദ്രത്ത് മസീമോദ് അലി ഇസ്ലാം പറയുന്നു, വിവരദോഷിയായ ഒരാൾ മൻസല്ലദി യുക്രിദുല്ലാഹ ഖർദൻ ഹസനൻ, അള്ളാഹുവിന് കടം നൽകുന്നവൻ ആരുണ്ട് എന്നതിന്റെ വിവക്ഷ മാതല്ല, അള്ളാഹു പട്ടിണിയിലാണെന്ന് പറയുന്നു. ബുദ്ധിഹീനൻ കാര്യം മനസ്സിലാക്കുന്നില്ല. ആ മഹാത്മാവ് പറയുന്നു, വിഡ്ഢികളാണ് ഇത്തരം കാര്യങ്ങൾ പറയുന്നത്. ഇതിൽ നിന്ന് അവൻ പട്ടിണിയിലാണെന്ന് എവിടെയാണ് പറയുന്നതെന്ന് വിവരദോഷി മനസ്സിലാക്കുന്നില്ല. അള്ളാഹു ഖർള ഹസന, നല്ല കടം എന്ന് പറയുമ്പോൾ എനിക്ക് നൽകുക എന്നും പറയുമ്പോൾ അള്ളാഹു പട്ടിണിയിലാണെന്ന് എങ്ങനെയാണ് വരുന്നത്? കടം തിരിച്ചു നൽകുന്നതിന് വേണ്ടിയാണല്ലോ ഉള്ളത്. പട്ടിണിയിലാണെന്ന് എങ്ങനെയാണ് വരുന്നത്? ഇവിടെ കടം എന്നതിന്റെ യഥാർത്ഥ വിവക്ഷ അത് തിരികെ തരുമെന്ന് വാഗ്ദാനമുണ്ട് എന്നതാണ്. കടം എന്നത് തന്നെ തിരികെ കൊടുക്കാനുള്ളതാണ്. അതോടൊപ്പം വാഗ്ദാനവുമുണ്ട് പറയുന്നു. അതോടൊപ്പം ദാരിദ്ര്യം എന്നത് ചേർക്കുകയാണ്. അതായത് ആക്ഷേപകൻ നിർധനൻ, ദാരിദ്ര്യം, അള്ളാഹു ആവശ്യക്കാരനാണ് എന്നെല്ലാം സ്വന്തം നിലയ്ക്ക് തീർക്കുകയാണ് ചെയ്യുന്നത്. അള്ളാഹു ഒരിക്കലും തന്നെ താൻ പട്ടിണിയാണ്, നിർധനാണ്, അതുകൊണ്ട് തന്റെ ആവശ്യങ്ങൾക്ക് ചെലവഴിക്കാൻ നൽകണമെന്ന് പറയുന്നില്ല. അതേസമയം തന്റെ ദാസന്മാരെ സംബന്ധിച്ച് അള്ളാഹു പറയുന്നു, എന്റെ ദാസന്മാർ പട്ടിണിയിലാകുമ്പോൾ നിങ്ങൾ അവർക്ക് നൽകുകയാണെങ്കിൽ, അവർക്ക് വേണ്ടി ചെലവഴിക്കുകയാണെങ്കിൽ അതിന്റെ വിവക്ഷ നിങ്ങൾ എനിക്ക് വേണ്ടി ചെലവഴിച്ചു എന്നാകുന്നു. ആ മഹാത്മാവ് പറയുന്നു, ഇവിടെ ഖർള ഹസന എന്നതിന്റെ വിവക്ഷ അള്ളാഹുവിന് സൽക്കർമ്മങ്ങൾ നൽകാൻ ആരുണ്ട് എന്നാകുന്നു. അള്ളാഹു അതിനുള്ള പ്രതിഫലം പല മടങ്ങായി വർദ്ധിപ്പിച്ചു നൽകുന്നതാണ്. അള്ളാഹുവിന് വേണ്ടി ചെയ്യുന്ന ഏതൊരു സൽക്കർമ്മത്തിനും അള്ളാഹു അവന് വർദ്ധിപ്പിച്ചു നൽകുന്നതാണ്. കേവലം രൂപയുടെയും പൈസയുടെയും കാര്യമല്ല പറയുന്നു. ഈ കാര്യം അള്ളാഹുവിന്റെ പ്രതാപത്തിന് അനുകൂലമാകുന്നു. അത് ദാസത്വത്തിന്റെ ശൃംഖലയ്ക്ക് പരിപാലനവുമായുള്ള ബന്ധമാണ്. ഇതേപ്പറ്റി ചിന്തിച്ചാൽ അള്ളാഹു ആരുടെയും നന്മയും പ്രാർത്ഥനയും അർത്ഥനയുമില്ലാതെ, കുഫറും വിശ്വാസിയും എന്ന വ്യത്യാസമില്ലാതെ അള്ളാഹു എല്ലാവരെയും സംരക്ഷിക്കുന്നു. കാഫിറാണോ മൂമിനാണോ എന്ന് നോക്കാതെ അള്ളാഹു എല്ലാവരെയും പരിപാലിച്ചു പോരുന്നു. തന്റെ പരിപാലനത്തിന്റെയും ഔദാര്യത്തിന്റെയും അനുഗ്രഹത്താൽ എല്ലാവരെയും അനുഗ്രഹീതരാക്കുകയും ചെയ്യുന്നു. എന്നിരിക്കെ അവൻ ആരുടെയെങ്കിലും നന്മയെ എങ്ങനെയാണ് വൃഥാവിലാക്കുക? ആരുടെയും നന്മയും കർമ്മവും പരിഗണിക്കാതെ അള്ളാഹു എല്ലാവരെയും സംരക്ഷിക്കുകയും എല്ലാവർക്കും നൽകുകയും ചെയ്യുന്നു. എന്നിരിക്കെ ആരെങ്കിലും നന്മ ചെയ്താൽ, സൽക്കർമ്മങ്ങൾ ചെയ്താൽ അവൻ എങ്ങനെയാണ് അത് വൃഥാവിലാക്കുക, അവന് പ്രതിഫലം കൊടുക്കാതിരിക്കുക? അവന്റെ പ്രതാപം മയ്യാമൽ മിസ്കാല ദറത്തിന് ഖൈറൻ യറ, അതായത് ആരെങ്കിലും അല്പമെങ്കിലും നന്മ ചെയ്താൽ അതിന് പ്രതിഫലം നൽകുക എന്നതാകുന്നു. ഇനി ആരെങ്കിലും അല്പമെങ്കിലും തിന്മ ചെയ്താൽ അതിന്റെ തിക്തഫലവും അവർക്ക് ലഭിക്കുന്നതാണ്. ഈ ആയത്തിൽ പറയുന്നു, കടം എന്നതിന്റെ യഥാർത്ഥ വിവക്ഷ ഇതാകുന്നു. കടം എന്നതിന്റെ യഥാർത്ഥ അർത്ഥം ഇതിൽ കാണപ്പെടുന്നുണ്ട്. അതുകൊണ്ട് പറയുന്നു, മൻസല്ലദി യുക്രിദുല്ലാഹ ഖർദൻ ഹസന. ഇതിന്റെ വിശദീകരണം മൈ അമൽ മിസ്കാല ദറത്തിൻ ഖൈറൻ യറ,
അതായത് അല്പമെങ്കിലും നന്മ ചെയ്യുന്നവന് ഇവിടെ തന്നെ അള്ളാഹു പ്രതിഫലം നൽകുന്നതാണ് എന്ന ആയത്തിൽ ഉണ്ട്. ആയതിനാൽ അള്ളാഹുവിന്റെ ദീൻ പ്രചരിപ്പിക്കാൻ വേണ്ടി, സൃഷ്ടികളുടെ സേവനത്തിന് വേണ്ടി സാമ്പത്തിക ത്യാഗം ചെയ്യുന്നതും ഒരു വലിയ നന്മയാകുന്നു. അള്ളാഹു ഒരിക്കലും അതിനെ പ്രതിഫലം നൽകാതെ ഒഴിവാക്കുന്നതല്ല. മറ്റൊരു സ്ഥലത്ത് അള്ളാഹു അതിനെ പരാമർശിച്ചിട്ടുണ്ട്. ധനത്യാഗത്തെ സംബന്ധിച്ച് ജമാഅത്ത് അംഗങ്ങളെക്കാളും നന്നായി ആർക്കറിയാം? എല്ലാ തലത്തിലുള്ള അഹമ്മദിയും അള്ളാഹുവിന് വേണ്ടി, അള്ളാഹുവിന്റെ പ്രീതിക്ക് വേണ്ടി അവന്റെ മാർഗത്തിൽ ചെലവ് ചെയ്യുമ്പോൾ അത് മനസ്സമാധാനത്തിന് കാരണമാകുന്നിടത്ത് തന്നെ ഭൗതികമായ നിലയിലും അത്ഭുതകരമായ നിലയിൽ അള്ളാഹു പ്രസ്തുത തുക, അതായത് അള്ളാഹുവിന്റെ മാർഗത്തിൽ നൽകിയത് തിരിച്ചു കൊടുക്കുന്നു എന്നതിന് വ്യക്തിപരമായി അനുഭവസ്ഥരാകുന്നു. നിരവധി അഹമ്മദികൾ ത്യാഗങ്ങൾ ചെയ്യുന്നു, അതായത് ത്യാഗം എന്ന നിലയ്ക്ക് ത്യാഗം ചെയ്യുന്നു. അവർ അള്ളാഹു തൃപ്തിപ്പെടണമെന്ന് മാത്രം ആഗ്രഹിക്കുന്നവരാണ്. അതിന്റെ പ്രതിഫലം ഇഹലോകത്ത് അല്ലെങ്കിൽ ഭൗതിക സമ്പത്തിന്റെ രൂപത്തിൽ കിട്ടുമെന്ന് അവർ മനസ്സിൽ പോലും കരുതുന്നില്ല. പക്ഷെ അള്ളാഹു പറയുന്നു, ഞാൻ ഏറ്റവും ഉത്തമമായ നിലയ്ക്ക് തിരികെ നൽകുന്നതാണ്. അങ്ങനെ അവൻ തിരികെ നൽകുകയും ചെയ്യുന്നു. ചില ആളുകൾ മോശം അവസ്ഥയായിരുന്നിട്ടുകൂടി ത്യാഗങ്ങൾ ചെയ്യുന്നു. തങ്ങളുടെ ആവശ്യങ്ങൾ അള്ളാഹു ഏതെങ്കിലും നിലയിൽ പൂർത്തീകരിച്ചു നൽകുമെന്ന് അവർ പ്രത്യാശ വെച്ചു പുലർത്തുന്നു. അള്ളാഹു അവരുടെ ആ പ്രതീക്ഷ പൂർത്തീകരിച്ചു കൊടുക്കുന്നു. അത് എങ്ങനെയാണ് പൂർത്തീകരിച്ചത് എന്നതിൽ അവർ അത്ഭുതം കൂറുന്നു. എന്നാൽ സതുദ്ദേശത്തോടെ അള്ളാഹുവിന്റെ തൃപ്തി ലാക്കാക്കി ത്യാഗങ്ങൾ ചെയ്യണമെന്നതും ത്യാഗങ്ങളും അവനുവേണ്ടി മറ്റ് കൽപ്പനകളും നന്മകളും അനുഷ്ഠിക്കുകയും ചെയ്യണമെന്നതുമാണ് നിബന്ധന. വെറും സമ്പത്ത് കൊടുത്തുകൊണ്ട് താൻ വലിയ ത്യാഗം ചെയ്തുവെന്ന്, മറ്റ് കടമകൾ നിറവേറ്റിയെന്ന് ധരിക്കരുത്. മറ്റ് നന്മകൾ ചെയ്യേണ്ടതും അനിവാര്യമാകുന്നു. അതല്ലാതെ കച്ചവടക്കാരെ പോലെ ലാഭം വേണമെന്ന ചിന്തയിൽ സമ്പത്ത് ചെലവഴിക്കരുത്. അള്ളാഹുവിന്റെ മാർഗത്തിൽ നൽകിയാൽ പ്രതിഫലം ലഭിക്കുന്നതാണ്. ഏതായിരുന്നാലും ഞാൻ ഈ സമയത്ത് അള്ളാഹുവിന്റെ ഈ നിർദ്ദേശമനുസരിച്ച് അനുഗ്രഹം ലഭിച്ച ചില ആളുകളുടെ സംഭവങ്ങൾ കേൾപ്പിക്കാം. ഭൂരിഭാഗം സംഭവങ്ങളും ആത്മാർത്ഥമായി അവർ അള്ളാഹുവിന്റെ മാർഗത്തിൽ ത്യാഗം ചെയ്തവയാകുന്നു. അത്ഭുതകരമായ നിലയിൽ അള്ളാഹു അവരുടെ ആവശ്യങ്ങൾ പൂർത്തീകരിക്കുക മാത്രമല്ല ചെയ്തത്, മറിച്ച് വർദ്ധിപ്പിച്ച് നൽകുകയും ചെയ്തു. നിരവധി പേർ തങ്ങളുടെയും മക്കളുടെയും വിശപ്പ് എങ്ങനെ അകറ്റുമെന്ന കാര്യമാണ് ത്യാഗം ചെയ്തത്. എന്നാൽ ഏതാനും നിമിഷങ്ങൾക്കകം അള്ളാഹു അവരുടെ പക്കൽ ഉണ്ടായിരുന്നതിനേക്കാളും ഉപരിയായി അവരുടെ വിശപ്പ് അകറ്റാനുള്ള സംവിധാനം ഒരുക്കി. അങ്ങനെ അവരുടെ വിശ്വാസത്തെ കൂടുതൽ അത് ദൃഢീകരിക്കാൻ നിമിത്തമായി. ചുരുക്കത്തിൽ ഇവരാണ് അള്ളാഹുവിനെ തൃപ്തി കരസ്ഥമാക്കുന്നവർ. അതിന്റെ നിരവധി ഉദാഹരണങ്ങൾ നമുക്ക് അഹമ്മദീയ ജമാഅത്തിൽ മാത്രമേ കാണാൻ കഴിയുകയുള്ളൂ. ഗിനി കനാഗരിയിലെ സദറും മുബല്ലിഗും ഒരു സംഭവം എഴുതുന്നു. ഞാൻ കഴിഞ്ഞ വർഷം നൽകിയ വഖഫ് ഖുത്ബ മസ്ജിദിൽ വായിച്ചു കേൾപ്പിച്ചു. അതിൽ ഞാൻ സാമ്പത്തിക ത്യാഗത്തിന്റെ പ്രാധാന്യം അവതരിപ്പിച്ചിരുന്നു. അതിനോടനുബന്ധിച്ച് ഹദ്റത്ത് മസീഹ് മൗഊദ് അലി ഇസ്ലാമിന്റെ ഉദ്ധരണികളും സമർപ്പിച്ചിരുന്നു. അതിൽ ഹദ്റത്ത് മസീഹ് മൗഊദ് അലി ഇസ്ലാം അള്ളാഹുവിലേക്ക് എത്താനുള്ള 5 മാർഗങ്ങളിൽ ഒരു മാർഗം ജിഹാദ് ബിൽ മാൽ, ധനം കൊണ്ടുള്ള ജിഹാദാണെന്ന് പറയുന്നുണ്ട് എന്നും പറയുന്നു. ഒരു ഹൃദയത്തിൽ 2 സ്നേഹങ്ങൾ ഒരുമിച്ച് കൂടുകയില്ല. അതായത് സമ്പത്തിനോടും അള്ളാഹുവിനോടുമുള്ള സ്നേഹം. ഇതിനു പുറമെ മറ്റു പല സംഭവങ്ങളും ഞാൻ കേൾപ്പിച്ചിരുന്നു. അത് പൊതുവിൽ കേൾപ്പിക്കാറുള്ളതുമാണ്. ധനത്യാഗത്തെ സംബന്ധിച്ച് വിശ്വാസ വർദ്ധക സംഭവങ്ങളാണത്. അദ്ദേഹം പറയുന്നു, ജുമാ നമസ്കാരത്തിന് ശേഷം ഒരു പാവപ്പെട്ട ആത്മാർത്ഥനായ അഹമ്മദി മൂസ ഖുബ സാഹിബ് തന്റെ കീശയിലുണ്ടായിരുന്ന മുഴുവൻ തുകയും വളരെ ആത്മാർത്ഥതയോടുകൂടി വഖഫ് ചെയ്തതിൽ കൊടുത്തു. അദ്ദേഹമാകട്ടെ നേരത്തെ തന്നെ തന്റെ ചന്ത കൊടുത്തു തീർത്ത ആളുമായിരുന്നു. എത്ര തുകയാണെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, എന്റെ കീശയിലുള്ളത് മുഴുവൻ ഞാൻ എടുത്തു തന്നിട്ടുണ്ട്, നിങ്ങൾ തന്നെ എണ്ണി നോക്കുവിനും. ഞാൻ ദൈവിക സ്നേഹം കരസ്ഥമാക്കാൻ വേണ്ടി തന്നതാണ്, എണ്ണിക്കണക്കാക്കി തന്നതല്ല. അത് എണ്ണി നോക്കിയപ്പോൾ 50,000 ഫറാങ്ക് ഉണ്ടായിരുന്നു. അദ്ദേഹത്തോട് പറഞ്ഞു, ഇതിൽ കുറച്ച് തുക താങ്കൾ തിരിച്ച് കയ്യിൽ വെച്ചു കൊള്ളുക,
താങ്കൾക്ക് വീട്ടിൽ പോകണമല്ലോ. കീശയിലുള്ള മുഴുവൻ തുകയും എടുത്തു തന്നില്ലേ? യാത്രാക്കോലി പോലും താങ്കളുടെ കയ്യിലില്ലല്ലോ. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഒരു ഹൃദയത്തിൽ രണ്ട് സ്നേഹം ഉണ്ടാകാൻ സാധ്യമല്ലെന്ന് ഹദ്റത്ത് മസീഹ് അലി ഇസ്ലാം പറഞ്ഞത് താങ്കൾ കേട്ടില്ലേ? അതുകൊണ്ട് ഇന്ന് എന്നെ അള്ളാഹുവിന്റെ സ്നേഹത്തിന്റെ താങ്ങിൽ ജീവിക്കാൻ അനുവദിക്കുക. അങ്ങനെ അദ്ദേഹം സന്തോഷപൂർവ്വം കാൽനടയായി വീട്ടിലേക്ക് പോയി. ഈ കാഴ്ച കണ്ടപ്പോൾ മുബലി സാഹിബ് എഴുതുന്നു, അള്ളാഹു ഹദ്റത്ത് മസീഹ് അലി ഇസ്ലാമിന് എത്രമാത്രം ആത്മാർത്ഥതയുള്ള ജമാഅത്തിനെയാണ് നൽകിയത് എന്നതിൽ ഹൃദയം ദൈവസ്തുതിയിൽ നിറയുന്നു. ആളുകൾ ഖുത്ബ കേട്ടതിന് ശേഷം തങ്ങൾ കേട്ടു എന്ന് പറഞ്ഞ് പോകുന്നവരാണ്. എന്നാൽ വളരെ ശ്രദ്ധാപൂർവം ശ്രവിക്കുകയും ഹദ്റത്ത് മസീഹ് അലി ഇസ്ലാം രണ്ട് സ്നേഹങ്ങൾ ഹൃദയത്തിൽ ഒരുമിച്ച് കൂടുകയില്ലെന്ന് പറഞ്ഞുവെന്നത് മനസ്സിൽ കുറിക്കുകയും ആയതിനാൽ തന്റെ കീശയിലുള്ള പൈസയോട് സ്നേഹം തുടരുന്നത് ശരിയല്ലെന്ന് കരുതി അതനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യുന്നു. ജനങ്ങൾ പറയുന്നു അവർക്ക് മനസ്സിലാകുന്നില്ലെന്ന്. ഇതിനെയാണ് ആഴത്തിൽ കാര്യങ്ങൾ കേൾക്കുകയും അതനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യുക എന്ന് പറയുന്നത്. എത്ര അത്ഭുതകരമായ ത്യാഗത്തിന്റെ കാഴ്ചകളാണ്! എല്ലാ അവസ്ഥയിലും അള്ളാഹുവിനോടുള്ള കൂറിന്റെ ശപഥം പാലിക്കുകയും പരാതിപ്പെടാതിരിക്കുകയും ചെയ്യുക എന്നതും ബയ്യത്ത് നിബന്ധനകളിൽ ഉള്ളതാണ്. അത് കൊടുത്തപ്പോൾ ത്യാഗത്തിന്റെ സന്തോഷമുണ്ടാകുന്നു. കൂറോടുകൂടി ത്യാഗം ചെയ്യാൻ സന്നദ്ധമാകുന്നു. നമ്മുടെ ശത്രുക്കൾ പറയുന്നു ഞങ്ങൾ ലോകത്ത് നിന്ന് ജമാഅത്തിന്റെ പേര് മായ്ച്ചു കളയുമെന്ന്. എന്നാൽ ഇത്തരത്തിൽ അള്ളാഹുവിനോട് സ്നേഹവും കൂറും കാണിക്കുന്നവരെ ഇല്ലാതാക്കാൻ ആർക്ക് കഴിയും? അള്ളാഹു ഇത്തരത്തിൽ സ്നേഹിക്കുന്നവരെ തന്നോട് ചേർത്ത് പിടിക്കുന്നു. പിന്നെ ശത്രുക്കളുടെ പൊടി പോലും കാണുന്നതല്ല. ജമാഅത്തെ അഹമ്മദിയ ഫ്രാൻസിലുള്ള ഡനീവ സായിബ എന്ന മഹിള ഏതാനും വർഷം മുമ്പാണ് ബയ്യത്ത് ചെയ്തത്. ബയ്യത്തുമായി അവർക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട്. അവർ പറയുന്നു, ഞാൻ സാമ്പത്തിക ത്യാഗത്തിൽ അത് വഖഫ് ജദീദോ തഹരീഖ് ജദീദോ മസ്ജിദ് ഫണ്ടോ ആണെങ്കിലും ഭാഗവാക്കാകാൻ ശ്രമിച്ചിട്ടുണ്ട്. ചന്തകളുടെ അനുഗ്രഹം എന്റെ കണ്ണുകൾ കൊണ്ട് ഞാൻ കണ്ടിട്ടുണ്ട്. പറയുന്നു, ഈ വർഷം വഖഫ് ചെയ്ത് ചന്ത കൊടുക്കുമ്പോൾ എന്റെ അവസ്ഥ, ഞാൻ വളരെ കാലമായി ഒരു നല്ല ജോലിക്ക് ശ്രമിക്കുകയായിരുന്നു. എന്നാൽ ജോലിയൊന്നും ശരിയാകുന്നുണ്ടായിരുന്നില്ല. പറയുന്നു, ഞാൻ വഖഫ് ചെയ്ത് ചന്ത കൊടുത്ത ദിവസം 10 മിനിറ്റ് കഴിഞ്ഞ ഉടൻ തന്നെ ഒരു വലിയ കമ്പനിയിൽ നിന്ന് ജോലി കിട്ടിയിരിക്കുന്നു എന്ന് പറഞ്ഞ് അവർ മുഖേന അറിയിപ്പ് ലഭിക്കുകയുണ്ടായി. പറയുന്നു, ഈ ചന്തകൾ കൊടുത്ത ഉടൻ തന്നെ, പ്രത്യേകിച്ചും വഖഫ് ചെയ്ത ചന്ത കൊടുത്ത ഉടൻ തന്നെ ജോലി ലഭിച്ചത് എന്നെ സംബന്ധിച്ചിടത്തോളം തീർച്ചയായും അള്ളാഹുവിൽ നിന്നുള്ള ഒരു അടയാളമാകുന്നു. കസാക്കിസ്ഥാനിലെ മുബല്ലിഗ് എഴുതുന്നു, ലോക്കൽ മൗല്യം ദസ്ലാൻ സാഹിബിന്റെ ഭാര്യ ഏതാനും വർഷം മുമ്പാണ് ബയ്യത്ത് ചെയ്തത്. ഇപ്രാവശ്യം വാർഷികം പൂർത്തിയായപ്പോൾ 7000 തേങ്കെ, അതായത് പ്രാദേശിക കറൻസി, തഹരീഖ് ജദീദിലും വഖഫ് ജദീദിലും പപ്പാതിയായി കൊടുത്തു. അവർ പറയുന്നു, ഈ തുക കൊടുത്ത് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ തന്നെ എനിക്ക് 70,000 തേങ്ക ലഭിച്ചു. എനിക്ക് അതിനെക്കുറിച്ച് പ്രതീക്ഷ പോലും ഇല്ലായിരുന്നു. അള്ളാഹുവിന്റെ മാർഗത്തിൽ ത്യാഗം ചെയ്തപ്പോൾ അവൻ അത് 10 ഇരട്ടിയായി തിരികെ തന്നു. ചില ആളുകൾ നമുക്ക് എന്തുകൊണ്ട് ഇങ്ങനെ ഉണ്ടാകുന്നില്ല, ഇത്തരം സംഭവങ്ങൾ നമുക്ക് എന്തുകൊണ്ട് ഉണ്ടായില്ല എന്ന് പറയുന്നു. അവർ ഇസ്തിഗ്ഫാർ ചെയ്യേണ്ടതാണ്. ആത്മാർത്ഥമായി അള്ളാഹുവിന് വേണ്ടിയാണോ ത്യാഗം ചെയ്തത് എന്ന് തങ്ങളുടെ ഹൃദയങ്ങൾ സംബന്ധിച്ച് പരിശോധിക്കുക. അങ്ങനെ ആത്മാർത്ഥതയോടെ ആണെങ്കിൽ പിന്നെ പരാതിയും ഉണ്ടാകാൻ പാടില്ല. അള്ളാഹു ത്യാഗത്തിന് സൗഭാഗ്യം തന്നിരിക്കുന്നു എന്നതിൽ സന്തോഷിക്കുകയാണ് വേണ്ടത്. അള്ളാഹു തരാനുള്ളതാണെങ്കിൽ ഏത് മാർഗത്തിലൂടെയാണെങ്കിലും അവൻ തരുന്നതാണ്. ഒരുപക്ഷെ ഇന്നല്ലെങ്കിൽ നാളെ തരുമായിരിക്കും. എന്നാൽ നെയ്യത്ത് തന്നെ ഇത്തരത്തിലാണെങ്കിൽ പിന്നെ അവർക്ക് പരാതിയും ഉണ്ടാകുന്നു. ചില ആളുകളുടെ മനസ്സിൽ ഇങ്ങനെ ഉണ്ടാകുന്നു, പിന്നെ അവർക്ക് നമസ്കാരവും ഭാരമായി അനുഭവപ്പെടുന്നു. മോസ്കോയിലുള്ള ഒരു അഹമ്മദി അബ്ദുറഹീം സാഹിബ് പറയുന്നു, ജോലിയുടെ കാര്യത്തിൽ എപ്പോഴും ഞാൻ നിർഭാഗ്യവാനായിരുന്നു. ജോലി എവിടെ ലഭിച്ചാലും അവിടെ നിന്നുള്ള വരുമാനം വളരെ കുറവായിരുന്നു. കുടുംബ ചെലവുകൾക്ക് വളരെ പ്രയാസമായിരുന്നു. ഒരിക്കൽ ഒരു മാസത്തെ ശമ്പളവും കിട്ടിയില്ല.
പിന്നെ അള്ളാഹു അനുഗ്രഹത്താൽ എന്റെ ശമ്പളം വർദ്ധിപ്പിക്കാൻ തുടങ്ങി. ഇത് ഞാൻ ചന്തകൾ കൃത്യമായി അടയ്ക്കുന്നത് കൊണ്ടുള്ള അള്ളാഹുവിൽ നിന്നുള്ള സൂചനയാണെന്ന്, അടയ്ക്കുന്നതിനുള്ള അള്ളാഹുവിന്റെ ഭാഗത്തു നിന്നുള്ള സൂചനയാണെന്ന് ഞാൻ മനസ്സിലാക്കി. അങ്ങനെ ഞാൻ ചന്തകൾ അടയ്ക്കാൻ തുടങ്ങി. എല്ലാ ചന്തകളും കൃത്യമായി കൊടുക്കാൻ തുടങ്ങി. അവ കൃത്യമായി കൊടുത്തപ്പോൾ അള്ളാഹു കൂടുതലായി അനുഗ്രഹിച്ചു. ഞാൻ 2 വർഷമായി പ്രതീക്ഷിച്ചിരുന്ന ഒരു ജോലി എനിക്ക് ലഭിച്ചു. അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ ഇപ്പോൾ എനിക്ക് വഖഫ് ചെയ്ത് ചന്ത കൊടുക്കാനും തൗഫീക്ക് ലഭിച്ചിരിക്കുന്നു. ചന്തകൾ കൊടുക്കുന്നതിൽ സ്ഥിരത കാണിച്ചാൽ അള്ളാഹു വരുമാനത്തിൽ വർധനവുണ്ടാക്കുമെന്നും വരുമാനത്തിനുള്ള സ്ഥായിയായ സംവിധാനം ഉണ്ടാക്കുമെന്നുമുള്ള സവിശേഷമായ തിരിച്ചറിവ് എനിക്ക് ലഭിച്ചിരിക്കുന്നു. ഞാൻ അള്ളാഹുവിനോട് ഏറെ നന്ദിയുള്ളവനാകുന്നു. അവൻ എനിക്ക് ചന്ത കൊടുക്കുന്നവരിൽ ഭാഗഭാക്കാകാൻ തൗഫീക്ക് നൽകിയിരിക്കുന്നു. സിയറാലിയോണിലെ വാട്ടർലൂ റീജിയനിലുള്ള മുബല്ലിഗ് ഇഫ്തിഖാർ സാഹിബ് പറയുന്നു, വഖഫ് ചെയ്ത് ചന്ത പിരിക്കുന്നതിന് വിവിധ ജമാഅത്തുകളിൽ പര്യടനം നടത്തി. ചന്തകളുടെ പ്രാധാന്യം മനസ്സിലാക്കി തരുന്നതിൽ ഞങ്ങളുടെ ഭാഗത്ത് നിന്ന് അലംഭാവം ഉണ്ടായിരിക്കുന്നുവെന്ന് ജമാഅത്ത് അംഗങ്ങളോട് പറഞ്ഞു. തഹ്രീക് ജദീദ് ചന്തയുടെ വിളംബര സമയത്ത് ഞാൻ സിയറാലിയോണിൽ ഒരുപാട് സാധ്യതയുണ്ടെന്നും പൊട്ടൻഷ്യൽ ആണെന്നും ചന്തകളിൽ വർധനവ് സാധ്യമാണെന്നും പറഞ്ഞിരുന്നു. ഏതായാലും അദ്ദേഹം ഈ സന്ദേശവുമായി ജമാഅത്തുകളിൽ പോയി പറഞ്ഞു. സിയറാലിയോൺ വളരെ പഴക്കമുള്ള വളരെ വലിയ ജമാഅത്താണ്. ജമാഅത്ത് അംഗങ്ങൾ ജമാഅത്തിന് സന്നദ്ധരാണെന്നും ഭാരവാഹികളാണ് അനുഭവം കാണിക്കുന്നതെന്നും ഖലീഫത്തുൽ മസീഹ് സന്ദേശം നൽകിയിരിക്കുന്നു. പറയുന്നു, ഈ സന്ദേശം കേട്ടപ്പോൾ ജമാഅത്ത് അംഗങ്ങളിൽ ഒരു വിഭാഗം ഒരു ആവേശവും താല്പര്യവും ഉണ്ടാവുകയും അവർ വഖഫ് ചെയ്ത് ചന്ത മാത്രമല്ല മറ്റു ചന്തകളും വർധനയോടുകൂടി അടയ്ക്കുകയും ചെയ്തു. ല്യൂട്ടൺ എന്നൊരു സ്ഥലമുണ്ട്. അവിടെയുള്ള 18 കുടുംബങ്ങളുമായി ബന്ധപ്പെട്ടപ്പോൾ 13 ലക്ഷം ലിയൂൺ ഒരു ദിവസം തന്നെ പിരിയുകയുണ്ടായി. 2 അഹമ്മദി സ്കൂൾ വിദ്യാർത്ഥികൾ 3 ലക്ഷം ലിയൂൺ ഒരു ദിവസം തന്നെ വഖഫ് ചെയ്ത് അടയ്ക്കുകയുണ്ടായി. പിന്നീട് 2 ലക്ഷം ലിയൂണും അടയ്ക്കുകയുണ്ടായി. ല്യൂട്ടണിൽ ഒരു പെൺകുട്ടി മുസ്ലിമ ഗൂഫൂന 50,000 ലിയൂൺ കൊടുത്തുകൊണ്ട് പറഞ്ഞു, ഖലീഫത്തുൽ മസീഹിന്റെ സവിധത്തിൽ ദുആക്ക് വേണ്ടി അപേക്ഷിക്കണം. പറയുന്നു, 5 വിദ്യാർത്ഥികൾ എന്നോട് പറഞ്ഞു അവർ ചന്ത കൊടുക്കാൻ കൂലിപ്പണി ചെയ്യുകയും അങ്ങനെ കിട്ടിയ 50,000 ലിയൂൺ വഖഫ് ചെയ്തതിൽ കൊടുക്കുകയും ചെയ്തു. ഇവരാണ് ഖലീഫത്തുൽ മസീഹിന്റെ കൽപ്പനയ്ക്ക് ലബ്ബൈക്ക് പറയുന്നവർ. അവർ ഒരിക്കലും കണ്ടിട്ടില്ല, മുഖാമുഖം ഇരുന്നിട്ടുമില്ല. പക്ഷെ അവരുടെ ഹൃദയത്തിൽ ഖിലാഫത്തിനോട് സ്നേഹവും ആദരവുമുണ്ട്. അതുകൊണ്ട് തന്നെ അള്ളാഹുവിനു വേണ്ടി എല്ലാത്തരം ത്യാഗത്തിനും സന്നദ്ധനാകുന്നു. ഇനി ഈ സ്നേഹത്തിന്റെ ല്യൂട്ടൺ ജമാഅത്തിലെ മറ്റൊരു ഉദാഹരണം കാണുക. ഞാൻ ഐസിബ എന്ന അഹമ്മദിയുടെ വീട്ടിൽ പോയി ചന്തയെ പറ്റി പറഞ്ഞു. സിയറാലിയോൺ ജമാഅത്ത് ത്യാഗങ്ങൾക്ക് തയ്യാറാണെന്ന ഖുത്തുബയുടെ ഉദ്ധരണി കേൾപ്പിച്ചു. അപ്പോൾ അദ്ദേഹത്തിന്റെ ഭാര്യ പറഞ്ഞു, അതായത് വളരെ വികാരപരിധിയായി പറഞ്ഞു, ഖലീഫത്തുൽ മസീഹ് പറഞ്ഞത് വളരെ ശരിയാണ്. പക്ഷേ ഇന്ന് ഞങ്ങളുടെ വീട്ടിൽ ഒന്നുമില്ല എന്നത് ഒരു നിർബന്ധാവസ്ഥയാണ്. അങ്ങനെ ഇരിക്കുകയായിരുന്നു. എവിടെ നിന്നോ അപ്രതീക്ഷിതമായി ഒരു തുക കിട്ടുകയുണ്ടായി. അവർ അപ്പോൾ തന്നെ മാൽ സെക്രട്ടറിയോട് തങ്ങളുടെ ചന്തയുടെ റെസീറ്റ് മുറിക്കാൻ പറഞ്ഞു. എണ്ണി നോക്കിയപ്പോൾ അതിൽ 2 ലക്ഷം ലിയോൺ ഉണ്ടായിരുന്നു. അവർ അത് മുഴുവനും ചന്തയിൽ കൊടുത്തു. അത് കൊടുത്തതിൽ അവർ സംതൃപ്തിയും സന്തോഷവതിയുമായിരുന്നു. നിങ്ങൾ വന്നത് ശരിയായ സമയത്തല്ല, ഞങ്ങൾക്ക് തന്നെ ആവശ്യമുള്ള സമയത്ത് കിട്ടിയ പൈസ നിങ്ങൾ കൊണ്ടുപോവുകയാണ് തുടങ്ങി യാതൊരു പരാതിയും അവർ പറഞ്ഞില്ല. പറയുന്നു, ഞാൻ അവരോട് പറഞ്ഞു, ഈ തുകയിൽ വീട്ടിലെ ചെലവിന് വേണ്ടിയും കുറച്ച് വെക്കുവിൻ. അവർ പറഞ്ഞു, ഇനിയൊന്നുമില്ല, വന്ന സംഖ്യ ചന്തയിൽ അത് തന്നിരിക്കുന്നു, ഒരു പ്രശ്നവുമില്ല. എന്നാൽ അള്ളാഹുവും കടം വെക്കുന്നില്ല. കുറച്ചു സമയത്തിനകം തന്നെ മറ്റൊരു തുകയും അവർ കയ്യിൽ വന്നു. അത് വലിയ തുകയായിരുന്നു. അങ്ങനെ അവരുടെ ഭക്ഷണത്തിനുള്ള സംവിധാനവും ഉണ്ടായി. കിർഗിസ്ഥാനിലെ മുബല്ലിഗ് എഴുതുന്നു,
വളരെ ആത്മാർത്ഥനായ കിർഗിസ്ഥാൻ അഹമ്മദി ഖുവത്ത് സാഹിബ് ബഷ്കീക്ക് എന്ന സ്ഥലത്താണ് താമസിച്ചിരുന്നത്. അദ്ദേഹം പറയുന്നു, ഞാൻ വഖഫ് ജദീദ് 1000 സൂം കൊടുക്കാമെന്ന് വാഗ്ദാനം ചെയ്തിരുന്നു. സൂം കിർഗിസ്ഥാനിലെ കറൻസിയാണ്. സാമ്പത്തിക വർഷം അവസാനിക്കുന്നതിന് 1 മാസം മുമ്പ് ഞങ്ങളുടെ ജമാഅത്ത് സദർ സാഹിബ് ഖുത്ബയിൽ വഖഫ് ജദീദ് ചന്തയുടെ പ്രാധാന്യത്തെ പറ്റി വെളിച്ചം വീശിയിരുന്നു. അദ്ദേഹം ഖുത്ബയിൽ നമ്മുടെ ഖലീഫത്തുൽ മസീഹിന്റെ കഴിഞ്ഞ ഖുത്ബയിലുള്ള സംഭവങ്ങൾ കേൾപ്പിച്ചിരുന്നു. പറയുന്നു, ഞാൻ വാഗ്ദാനം ചെയ്ത 1000 സൂമിൽ അതുവരെ 200 സൂം മാത്രമേ അടച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. എന്നാൽ അന്ന് തന്നെ എനിക്ക് മുഴുവൻ തുകയും അടയ്ക്കാൻ തൗഫീക്ക് ലഭിച്ചു. എന്റെ രോഗിണിയായ ഒരു സഹോദരിക്ക് സർക്കാർ എല്ലാ മാസവും 4000 സൂം കൊടുക്കുന്നുണ്ട്. അന്ന് ഞാൻ ജുമാക്ക് ശേഷം എന്റെ സഹോദരിയുടെ പെൻഷൻ വാങ്ങാൻ പോയപ്പോൾ ATM മെഷീനിൽ ഞാൻ കാർഡിട്ടപ്പോൾ അക്കൗണ്ടിൽ 10000 സൂം ഉണ്ടായിരുന്നു. ഒരാഴ്ച മുമ്പ് എന്റെ മാതാവ് സർക്കാരിന് തങ്ങളുടെ ജീവിതം മുമ്പോട്ട് കൊണ്ടുപോകാൻ പ്രയാസമുണ്ടെന്നും അതുകൊണ്ട് അലവൻസ് കൂട്ടണമെന്നും പറഞ്ഞ് കത്തെഴുതിയിരുന്നു. ഞാൻ കരുതിയത് സർക്കാർ പ്രസ്തുത നൽകിയതായിരിക്കും എന്നാണ്. എന്നാൽ പറയുന്നു, ഇന്ന് ഡിസംബർ 29-ന് സർക്കാരിൽ നിന്ന് ഫോൺ വന്നു. ഞങ്ങൾ വാഗ്ദാനം ചെയ്ത പ്രകാരം നിങ്ങൾക്ക് 50,000 സൂം നൽകുന്നതാണ്. അവരുടെ അങ്ങനെ അധികമായി 50,000 സൂം ലഭിച്ചു. ഞങ്ങൾ അതുകൊണ്ട് ചന്തകളും കൊടുത്തു. നേരത്തെ ചെലവാക്കിയതും അതിൽ നിന്നെടുക്കുകയും ചെയ്തു. പറയുന്നു, ഞങ്ങൾ എത്രയും വേഗം ചന്ത കൊടുത്തിരുന്നു. അതിന്റെ അനുഗ്രഹപരമായി വന്ന പൈസ എവിടെ നിന്നാണെന്ന് ഞങ്ങൾക്കറിയില്ല. ഏതായാലും ഞങ്ങളുടെ അക്കൗണ്ടിൽ വന്നിട്ടുണ്ട്. ബാങ്കുകാർ പറഞ്ഞു, അത് നിങ്ങളുടെ തന്നെ തുകയാണ്, ഞങ്ങൾക്കതുമായി യാതൊരു ബന്ധവുമില്ല. ഈ ത്യാഗങ്ങൾ പിന്നീട് ഈമാനിൽ പുരോഗതിക്ക് നിമിത്തമായി മാറുന്നു. തൻസാനിയ അമീർ സാഹിബ് പറയുന്നു, സഞ്ജിബാർ ജമാഅത്തിൽ ഖൈർ റുഷ്ദി സാഹിബ് എന്നൊരാളുണ്ട്. വഖഫ് ജദീദിന്റെ വർഷാവസാനം അദ്ദേഹത്തെ ഓർമ്മപ്പെടുത്തി. അദ്ദേഹം എഴുതുന്നു, ഈ ഓർമ്മപ്പെടുത്തൽ സമയത്ത് എനിക്ക് ജോലിയും എന്റെ കയ്യിൽ പൈസയും ഇല്ലായിരുന്നു. എന്നാൽ എന്റെ പേരും പൂർണ്ണമായി അടച്ചു തീർത്തവരുടെ കൂട്ടത്തിൽ എഴുതാൻ ഞാൻ മുറബി സാഹിബിനോട് പറഞ്ഞിരുന്നു. അള്ളാഹു തന്നെ സംവിധാനം ഒരുക്കുന്നതാണ്. പറയുന്നു, 2 ദിവസം കഴിഞ്ഞതേ ഉള്ളൂ എനിക്ക് ഡ്രൈവറായി ജോലി കിട്ടി. ആദ്യത്തെ ദിവസത്തെ വേതനം കൊണ്ട് ഞാൻ എന്റെയും മക്കളുടെയും വഖഫ് ജദീദ് ചന്ത വളരെ എളുപ്പത്തിൽ കൊടുത്തു തീർത്തു. ചന്ത കൊടുക്കാനുള്ള നിയ്യത്ത് ഉണ്ടായതുകൊണ്ട് സ്ഥിരം വരുമാനത്തിനും എനിക്ക് സംവിധാനമായി. നേരത്തെ ഇത്തരം കാര്യങ്ങൾ കാരണം ഞങ്ങളുടെ ഈമാനം ദൃഢമാവുകയാണ് ചെയ്യുന്നത്. തൻസാനിയ അമീർ സാഹിബ് എഴുതുന്നു, അരിങ്ക റീജനിലെ താഹ സാഹിബ് പറയുന്നു, ഈ വർഷം എനിക്ക് വഖഫ് ജദീദ് ചന്തയുമായി ബന്ധപ്പെട്ട് അനിതരസാധാരണമായ അനുഗ്രഹങ്ങൾ കാണാൻ സന്ദർഭം ഉണ്ടായിട്ടുണ്ട്. പറയുന്നു, വഖഫ് ജദീദ് ചന്ത വാഗ്ദാനം 6 ലക്ഷം ഷില്ലിംഗ് ആയിരുന്നു. നവംബറിൽ സാമ്പത്തിക ഞെരുക്കങ്ങൾ കാരണം അദ്ദേഹം എനിക്ക് കത്തെഴുതി. പൊതുവിൽ രാജ്യത്തിന്റെയും കച്ചവടത്തിന്റെയും അവസ്ഥ മോശമാണ്. ആയതിനാൽ അള്ളാഹു തന്നെ തൗഫീഖ് കൊണ്ട് വഖഫ് ജദീദ് വാഗ്ദാനം പൂർണ്ണമായും കൊടുക്കാൻ കഴിയാൻ ദുആ ചെയ്യണമെന്ന് കത്തയച്ചു. ഇവർ എനിക്ക് കത്തയക്കുന്നത് തങ്ങളുടെ സ്വകാര്യാവശ്യങ്ങൾക്ക് വേണ്ടി മാത്രമല്ല, മറിച്ച് തങ്ങളുടെ ചന്ത പൂർത്തീകരിക്കാൻ കഴിയുന്നതിന് ദുആ ചെയ്യണമെന്ന് ആശങ്കയുമായി കത്തയക്കുന്നു. ഇനി ചില സംഭവങ്ങൾ തങ്ങളുടെ സ്വകാര്യ ആവശ്യങ്ങൾ പൂർത്തീകരിക്കുന്നതിനല്ല, മറിച്ച് ചന്തകൾ പൂർത്തീകരിക്കാൻ തൗഫീഖ് കിട്ടുന്നതിന് വേണ്ടി നമസ്കാരങ്ങളും താഴ്ത്തുകളും അനുഷ്ഠിക്കുന്ന സംഭവങ്ങളുമുണ്ട്. പറയുന്നു, കത്തയച്ചപ്പോൾ ഇൻഷാല്ലാ സംവിധാനം ഉണ്ടാകുമെന്ന ഒരു സമാധാനം മനസ്സിലുണ്ടായി. കത്തെഴുതി 24 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ടാകും. ഏതോ റെഫറൻസ് കാരണം എന്റെ ഒരു സുഹൃത്ത് കച്ചവട സംബന്ധമായി അഭിപ്രായം ആരായാലും കൺസൾട്ടേഷനും വേണ്ടി എന്റെ അടുക്കൽ വന്നതാണ്. അപ്പോഴാണ് 15 വർഷം മുമ്പ് ഞങ്ങൾ സഹപാഠികളായിരുന്നു എന്ന് മനസ്സിലായത്. അദ്ദേഹവുമായി ജോലി സംബന്ധമായി സംസാരം നടന്നു. പിന്നെ എനിക്ക് അദ്ദേഹം ഒരു മുഖേന കോണ്ടാക്ട് കിട്ടി. അത് 6 മില്യൺ ഷില്ലിങ്ങിന്റെ കോണ്ടാക്ട് ആയിരുന്നു. അള്ളാഹു എന്റെ വാഗ്ദാനത്തെക്കാളും പല മടങ്ങ് ഇരട്ടിയായി തുകയ്ക്കുള്ള സംവിധാനം ഉണ്ടാക്കി. 6 ലക്ഷത്തെ 6 മില്യനാക്കി. അഡ്വാൻസ് കിട്ടിയതും ഏറ്റവും ആദ്യം ഞാൻ വഖഫ് ജദീദിന്റെ വാഗ്ദാനം പൂർത്തിയാക്കുകയുണ്ടായത്.
സഞ്ജിബാറിലെ ഒരു നവ അഹമ്മദി ജുമാ സാഹിബ് പച്ചക്കറി മാർക്കറ്റിലാണ് ജോലി ചെയ്യുന്നത്. കൂലിപ്പണിയാണ്. പറയുന്നു, വഖഫ് ചെയ്ത് വാഗ്ദാനം കൊടുക്കുന്നത് സംബന്ധിച്ച് ആഹ്വാനമുണ്ടായപ്പോൾ ആ ദിവസങ്ങളിൽ സാധനങ്ങൾ വന്നു പോകുന്നത് അടഞ്ഞു കിടക്കുകയായിരുന്നു. ഇദ്ദേഹം സാധനങ്ങൾ വരുന്ന വാഹനങ്ങളിൽ കയറ്റിറക്കി ജോലിയാണ് ചെയ്യുന്നത്. സാമ്പത്തിക അവസ്ഥ ഞെരുക്കത്തിലായിരുന്നു. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ ജോലി കൂലി വേല ചെയ്യുന്ന മനുഷ്യൻ സുജൂദിൽ ദുആ ചെയ്യുകയാണ്. തഹജ്ജുദിൽ, അതായത് തന്റെ സ്വകാര്യ ആവശ്യങ്ങൾ പൂർത്തീകരിക്കാനും വയറു ചെയ്യാനുമല്ല, മറിച്ച് കുറച്ചു ദിവസം ഞാൻ തഹജ്ജുദിൽ ചന്തകൾ കൊടുത്തു കൂട്ടാൻ കഴിയുന്നതിന് അള്ളാഹുവിന് പ്രത്യേകം ദുആ ചെയ്തു. തഹജ്ജുദിൽ എണീറ്റ് ദുആ ചെയ്തത് സാമ്പത്തിക ത്യാഗത്തിൽ പിന്നായി പോകാതിരിക്കാൻ അള്ളാഹു തൗഫീക്ക് നൽകണം എന്ന് മാത്രമായിരുന്നു. അതിന് അടഞ്ഞു കിടന്ന കച്ചവടം വഖഫ് ചെയ്ത് വർഷം അടയ്ക്കുന്നതിന് 3 ദിവസം മുമ്പ് തുടങ്ങി. ഏകദേശം 3 ലക്ഷം ഷില്ലിംഗ് വരുമാനമുണ്ടായി. അതുകൊണ്ട് എന്റെയും മക്കളുടെയും ചന്ത കൊടുക്കുന്നതിന് തൗഫീക്ക് ലഭിച്ചു. എന്റെയും മക്കളുടെയും ജീവിത ചെലവിനുള്ള വക കിട്ടിയെന്ന് മാത്രമല്ല, എന്റെയും മക്കളുടെയും ചന്ത കൊടുക്കാൻ കഴിഞ്ഞു എന്നുമാണ് പറയുന്നു. ബയ്യത്ത് ചെയ്ത ശേഷം ചന്തകൾ കൊടുത്തത് കാരണം അള്ളാഹു എന്റെ സമ്പത്തിൽ നല്ല പുരോഗതിയാണ് നൽകി അനുഗ്രഹിച്ചിട്ടുള്ളത്. ഇവർക്കുള്ള ആശങ്ക ചന്ത കൊടുക്കുന്നതിനെ പറ്റിയാണ്. ഞാൻ പറഞ്ഞതുപോലെ തഹജ്ജുദിൽ കരഞ്ഞു ദുആ ചെയ്യുന്നതും അള്ളാഹു ചന്ത കൊടുക്കാൻ തൗഫീക്ക് നൽകണമെന്ന് മാത്രമാണ്. ഭൗതികനായ ഒരു വ്യക്തി ഇത് കേൾക്കുമ്പോൾ ഇത് ബുദ്ധിശൂന്യതയാണെന്ന് പറയുമായിരിക്കും. എന്നാൽ ഭൗതികവാദികളുടെ കണ്ണുകളിൽ ബുദ്ധിശൂന്യന്മാരായ ഇവർ തന്നെയാണ് അള്ളാഹു സ്നേഹിക്കുന്നത്. പിന്നെ അവരുടെ ആവശ്യങ്ങൾ സ്വയം പൂർത്തീകരിച്ചു കൊടുക്കുകയും ചെയ്യുന്നു. റിപ്പോർട്ടുകളിൽ അത് മുഖേനയുള്ള സംഭവങ്ങൾ കാണാൻ കഴിയുന്നു. ഗാംബിയയിലെ അമീർ സാഹിബ് പറയുന്നു, നോർത്ത് ബാങ്ക് റീജിയനിലുള്ള ഒരു ഗ്രാമത്തിലെ ഇബ്രാഹിം സാഹിബ് വളരെ നിപുണനായ കച്ചവടക്കാരനാണ്. ജനങ്ങൾ തങ്ങളുടെ സൂക്ഷ്മ മുതലും മറ്റും അദ്ദേഹത്തിന്റെ പക്കൽ വെച്ചിരുന്നു. ആ സമയത്ത് അദ്ദേഹം അനഹമ്മതിയായിരുന്നു. ചില കാരണവശാൽ അദ്ദേഹം പെട്ടെന്ന് പാപ്പറാസായി. അദ്ദേഹം കച്ചവടം നിലനിർത്താൻ ജനങ്ങൾ സൂക്ഷിക്കാൻ വെച്ച സാധനങ്ങളും ചെലവഴിച്ചിരുന്നു. സൂക്ഷിപ്പ് മുതലുകൾ കൊടുത്തുവിട്ടാൻ കഴിയില്ലെന്ന് വന്നപ്പോൾ അദ്ദേഹം തന്റെ സ്വദേശമായ ഗിനിക്കരിയിലേക്ക് പോയതാണ്. രാജ്യം വിട്ട് ഓടിപ്പോയി. 3 വർഷം ഗിനി കനാകരയിൽ തുടർന്നു. പിന്നെ തിരിച്ചു പോകാൻ തീരുമാനിച്ചു. മനസ്സിൽ നന്മയുണ്ടായിരുന്നു. തിരിച്ചുപോയി അവസ്ഥകളെ നേരിടാമെന്നും ജനങ്ങളുടെ കടമകൾ നിറവേറ്റാമെന്നും ഏതെങ്കിലും വിധത്തിൽ കടങ്ങൾ വീട്ടാമെന്നും തീരുമാനിച്ചു. അങ്ങനെ അദ്ദേഹം ഗ്രാമത്തിൽ ചീഫ് റേഞ്ച് ജില്ലാ മജിസ്ട്രേറ്റിന് ഫോൺ ചെയ്തു. തിരിച്ചു വരുവാൻ ഒരു അവസരം നൽകുകയാണെങ്കിൽ അറസ്റ്റ് ചെയ്യരുതെന്നും അവസരം നൽകിയാൽ എല്ലാ കടങ്ങളും കൊടുത്തു വിട്ടാമെന്നും പറഞ്ഞു. തുടർന്ന് ചീഫ് അദ്ദേഹത്തിന് അധ്വാനിച്ച് സമ്പാദിക്കാനും ജനങ്ങളുടെ സൂക്ഷ്മ മുദ്രകൾ തിരികെ കൊടുക്കാനും അല്ലാത്ത പക്ഷം ജയിലിലേക്ക് അയക്കുമെന്നുമുള്ള നിബന്ധനയിൽ തിരിച്ചു വരാൻ അനുമതി നൽകി. പറയുന്നു, അവിടെയും അദ്ദേഹം തിരിച്ചെത്തി 4 മാസമേ ആയിട്ടുണ്ടായിരുന്നുള്ളൂ. അദ്ദേഹത്തിന് മസീഹ് മൗഊദ് അലൈഹി ഇസ്ലാമിന് സന്ദേശം ലഭിച്ചു. അത് കേട്ടപ്പോൾ അദ്ദേഹം അഹമ്മദിയത്ത് സ്വീകരിച്ചു. കൃത്യമായി ചന്ത കൊടുക്കുന്നതിനും തുടങ്ങി. സാമ്പത്തിക ത്യാഗങ്ങളുടെ ഭാഗമൊക്കായി വരുമാനത്തിൽ നിന്ന് ഏതെങ്കിലും കൊടുക്കുമായിരുന്നു. അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ ചന്ത കൊടുത്തത് കാരണം അദ്ദേഹത്തിന്റെ ജോലിയിൽ എത്രമാത്രം അനുഗ്രഹമുണ്ടായെന്നാൽ 2 ലക്ഷം ഡലാസി അള്ളാഹു കടങ്ങൾ മുഴുവൻ തീർക്കുക മാത്രമല്ല സ്വയമായി വീടും പണി കഴിപ്പിച്ചു. കടം പിന്നെയും തുടങ്ങി. അപ്പോൾ അദ്ദേഹത്തിന്റെ ജോലി നേരത്തേലും നല്ല പുരോഗതിക്ക് വേണ്ടിയാണ് ഇത് എന്ന് പറഞ്ഞു. അദ്ദേഹം പറയുന്നു, ഇതെല്ലാം ചന്തയുടെ അനുഗ്രഹമാകുന്നു. ആശ്രയ ജമാഅത്തിൽ രചന മെമ്പർ പറയുന്നു, ഞങ്ങൾ പുതിയ വീട്ടിലേക്ക് മാറിയപ്പോൾ ഞങ്ങളുടെ സാമ്പത്തിക അവസ്ഥ നല്ലതായിരുന്നില്ല. വീട് വാടകയും കൂടുതലായിരുന്നു. അത്യാവശ്യ സാധനങ്ങൾ വാങ്ങാൻ പോലും പൈസ ഉണ്ടായിരുന്നില്ല. മറുഭാഗത്ത് ചന്തയുടെ വർഷവും അവസാനിക്കുകയാണ്. ഞങ്ങൾ അള്ളാഹുവിൽ പരമേൽപ്പിച്ചുകൊണ്ട് ചന്ത കൊടുത്തു വീട്ടി. ഇവർ ഭൗതികരായ ആളുകളുടെ രാജ്യത്ത് ജീവിക്കുന്ന സ്ത്രീയാകുന്നു, അല്ലാതെ ദരിദ്ര രാജ്യത്ത് ജീവിക്കുന്നവരല്ല.
ദുആ ചെയ്തു, അള്ളാഹുവെ, ആരെയും ആശ്രയിക്കാൻ ഇടവരുത്തരുതേ, എന്റെ ആവശ്യങ്ങൾ നീ തന്നെ പൂർത്തീകരിക്കണമേ. അന്ന് വൈകുന്നേരം എന്റെ ഭർത്താവ് വന്നപ്പോൾ എനിക്ക് കുറച്ച് പൈസ തന്നിട്ട് പറഞ്ഞു, ഇന്ന് എനിക്ക് എന്റെ ഓഫീസർ ബോണസ് തന്നതാണ്. ജോലിക്കാരിൽ എനിക്ക് മാത്രമാണ് കിട്ടിയത്, വേറെ ആർക്കും കിട്ടിയിട്ടില്ല. ഇത് എന്റെ ചന്തയുടെ തുകയെക്കാളും എത്രയോ ഇരട്ടിയാണ്. അവർ പറയുന്നു, അള്ളാഹുവിന്റെ അനുഗ്രഹവും ഔദാര്യവുമാണിത്. ഞാൻ അത്ഭുതപ്പെട്ടു പോയി. അള്ളാഹു അവന്റെ മാർഗത്തിൽ ത്യാഗം ചെയ്യുന്നവരെ സഹായിക്കുന്നവരുടെ സഹായിയും സംരക്ഷകനും ഇല്ലാതെ വിടുകയില്ലെന്ന് എനിക്ക് പൂർണ്ണമായും ബോധ്യമായി. ഇന്ത്യ ഭാരതിൽ നിന്ന് ഖബറുദ്ദീൻ സാഹിബ് ഇൻസ്പെക്ടർ എഴുതുന്നു, സാമ്പത്തിക വർഷം അവസാനത്തിൽ വഖഫ് ചെയ്ത് നാസിമിന്റെ കൂടെ പര്യടനത്തിൽ കോഴിക്കോട് ജമാഅത്തിലെത്തി. അതിനിടയിൽ അവിടെയുള്ള അഹമ്മദി ഹനീഫ് സാഹിബിന്റെ വീട്ടിലും പോയി. അദ്ദേഹം 8 വർഷം മുമ്പാണ് ബൈഅത്ത് ചെയ്തത്. ചെറിയ ജോലി ചെയ്ത് നിത്യചെലവുകൾ നടത്തി വരുന്ന ആളാകുന്നു. അദ്ദേഹത്തിന്റെ വീട്ടിലെത്തിയപ്പോൾ അദ്ദേഹത്തിന്റെ 10 വയസ്സുള്ള മകൻ മിഥിലാജ് അലി തന്റെ ഹുണ്ടികയുമായി വന്നു. വഖഫ് ചെയ്തതിൽ അടച്ചുകൊണ്ട് പറഞ്ഞു, അവൻ ഇത് വഖഫ് ചെയ്തതിനു വേണ്ടി വർഷം മുഴുവൻ സ്വരുക്കൂട്ടിയ ചന്തയാണ്. അങ്ങനെ ആ ഹുണ്ടിക തുറന്നപ്പോൾ അതിൽ വലിയൊരു സംഖ്യ ഉണ്ടായിരുന്നു. നാസിർ സാഹിബ് കുട്ടിയോട് ചോദിച്ചു, കുട്ടികൾ പൊതുവിൽ പൈസ ഇഷ്ടപ്പെട്ട സാധനങ്ങൾ വാങ്ങാനാണ് സ്വരുക്കൂട്ടാറുള്ളത്, നീ എന്തിനാണ് ഇത് വഖഫ് ചെയ്ത് ഈ ചന്തയിൽ കൊടുത്തത്? അപ്പോൾ ആ കുട്ടി നൽകിയ മറുപടിയുടെ ചുരുക്കം ഇതാണ്: അള്ളാഹു റസൂലും ഖലീഫമാരും അള്ളാഹുവിന്റെ മാർഗത്തിൽ ചെലവഴിക്കാൻ കൽപ്പിക്കുന്നു, അതുകൊണ്ടാണ് ഈ തുക വഖഫ് ചെയ്ത് ഈ ചന്തയിൽ കൊടുക്കുന്നത്. അഹമ്മദി കുട്ടികളുടെ ശിക്ഷണം. ഇങ്ങനെ ചിന്തിക്കുന്ന കുട്ടികളും ഇത്തരത്തിൽ ശിക്ഷണം ലഭിച്ചതുമായ ജമാഅത്തിന് അഹമ്മദിയ ശത്രുക്കൾ എങ്ങനെയാണ് നഷ്ടം വരുത്താൻ കഴിയുക? ശത്രുക്കൾ എത്ര വേണമെങ്കിലും ശ്രമിച്ചുകൊള്ളട്ടെ. അള്ളാഹു ഈ സമയത്ത് തന്റെ ദീനിനെ ലോകത്ത് മുഴുവനും പരത്താൻ വേണ്ടിയാണ് സ്ഥാപിച്ചിട്ടുള്ളത്. അതുകൊണ്ട് എല്ലാ സന്ദർഭത്തിലും അള്ളാഹു തന്നെ സംരക്ഷകനും സഹായിയുമാണ്. ഒരു തലമുറയ്ക്ക് ശേഷം അടുത്ത തലമുറയിലൂടെ ഹൃദയത്തിൽ അതിനേക്കുള്ള സ്നേഹവും അതിന്റെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ പൂർത്തീകരിക്കാനുള്ള ആവേശവും ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു. തൻസാനിയ അമീർ സാഹിബ് എഴുതുന്നു, അയൽരാജ്യമായ മലാവിയിലെ മൻകി മാഗോച്ചി ജമാഅത്തിലെ മൗല്യം പറയുന്നു, ഇബ്രാഹിം സാഹിബ് എന്ന സുഹൃത്ത് ഇറച്ചി കച്ചവടമാണ് നടത്തുന്നത്. അദ്ദേഹം ഈ വർഷം വഖഫ് ചന്തയിൽ 5800 മാലാവിയൻ കോച്ചയാണ് വാഗ്ദാനം എഴുതിയിട്ടുണ്ടായിരുന്നത്. നടപ്പ് വർഷത്തിൽ അല്പാൽപമായി കൊടുത്തുകൊണ്ടിരുന്നു. ഡിസംബർ ആയപ്പോൾ കുറച്ച് ബാക്കിയുണ്ടായിരുന്നു. പക്ഷേ രാജ്യത്തിന്റെ അവസ്ഥ കാരണം കച്ചവടം നിലച്ചു. അദ്ദേഹം കടം വാങ്ങി വാഗ്ദാനം പൂർത്തിയാക്കി. ഒരാഴ്ചക്ക് ശേഷം വീണ്ടും ജോലി തുടങ്ങുന്നതിനും ഇറച്ചി വിൽപ്പനയ്ക്കും വേണ്ടി ഒരു ആടിനെ വാങ്ങി. ഏതാനും ദിവസം കൊണ്ട് തന്നെ എത്രമാത്രം അനുഗ്രഹം ഉണ്ടായെന്നാൽ അദ്ദേഹത്തിന് എല്ലാ കടവും കൊടുത്തു വീട്ടാൻ കഴിഞ്ഞു. ദരിദ്രരായ ആളുകളും തങ്ങൾ തവക്കലും ത്യാഗമുള്ള വികാരത്തോടെയും ചന്തകൾ കൊടുക്കുമ്പോൾ അള്ളാഹുവും അനുഗ്രഹം ചൊരിയുന്നു. ഇപ്പോഴും രാജ്യത്തിന്റെ അവസ്ഥ പഴയതുപോലെ തന്നെയാണ്. പക്ഷേ അള്ളാഹു അദ്ദേഹത്തിന്റെ അവസ്ഥ മാറ്റുകയുണ്ടായി. മാലാവിയിലെ മൗല ജമാഅത്തിലെ മൗല്യം പറയുന്നു, നമ്മുടെ ജമാഅത്തിൽ മുട്ടിമ്പ സാഹിബ എന്നൊരു സ്ത്രീ ഉണ്ട്. തന്റെ കഴിവനുസരിച്ച് എല്ലാ വർഷവും ചന്ത കൊടുക്കാറുണ്ട്. ഈ വർഷം വഖഫ് ചെയ്തതിനെ കുറച്ച് തുക വാഗ്ദാനം ചെയ്തു. നടപ്പ് വർഷം തന്നെ മറ്റ് സ്ത്രീകൾക്ക് മുമ്പേ ചന്തകൾ മുഴുവനും അടച്ചു തീർക്കാൻ തൗഫീക്ക് ലഭിക്കുകയും ചെയ്തു. മുഴുവൻ തുകയും കൊടുത്തു തീർത്തു ദിവസം രാത്രി അവർ ഒരു സ്വപ്നം കണ്ടു. അതിൽ നിന്റെ കാര്യങ്ങൾക്ക് അള്ളാഹു സഹായിക്കുന്നതാണെന്ന് പറയപ്പെടുന്നതായി കാണുന്നു. അങ്ങനെ അടുത്ത ദിവസം അവർ മൗലവി സാഹിബിന്റെ അടുക്കലെത്തി. വഖഫ് ചെയ്ത ചന്തയിൽ കുറച്ച് കൂടുതൽ കൊടുക്കുകയുണ്ടായി. അവർ പറയുന്നു, ചന്തയുടെ അനുഗ്രഹത്താൽ അള്ളാഹു എന്റെ കൃഷിയിൽ വളരെ അഭിവൃദ്ധി നൽകിയിരിക്കുന്നു. ഇപ്പോൾ അള്ളാഹു തന്നെ എന്നോട് സഹായിക്കുമെന്ന് പറയുന്നു. ചിലപ്പോൾ ഉടൻ തന്നെ വിശ്വാസവർദ്ധനവിന് അള്ളാഹു സംവിധാനം ഒരുക്കുന്നു. അൽബാനിയിലെ മുബല്ലിഗ് എഴുതുന്നു, മൈക്കിൾ ബിയ എന്നൊരു സുഹൃത്തുണ്ട്. 3 വർഷം മുമ്പാണ് ബൈഅത്ത് ചെയ്തത്. ജമാഅത്തിന്റെ തബ്ലീഗ് സെക്രട്ടറിയുമാണ്. വളരെ ഊർജ്ജസ്വല യുവാവാകുന്നു. ഒരു ദിവസം അദ്ദേഹം ഒരു ഡിബ്ബിയുമായിട്ടാണ് വന്നത്. അതിൽ നിറയെ പൈസയായിരുന്നു. പറയുന്ന ഒരു മാസമായിട്ട് ഇപ്പൊ ഞാൻ എന്റെ വണ്ടിയിൽ വെച്ചിരിക്കുകയാണ്. ലാഭം കിട്ടുന്നത് ജമാഅത്തിന് ചന്തയിൽ കൊടുക്കാമെന്ന നെയ്യത്തിൽ വെച്ചിരിക്കുകയാണ്. അങ്ങനെ ആദ്യമായി നിറഞ്ഞ ഡബ്ബ കൊണ്ടുവന്നപ്പോൾ അതിലൊരു ഭാഗം തന്റെ 4 മാസം പ്രായമുള്ള മകൻ ബ്യൂറൻ ബിയയുടെ പേരിലും തഹരീക്ക് ജദീദിൽ വഖഫ് ജദീദിലും കൊടുത്തു. ബാക്കി തന്റെ ഭാഗത്തു നിന്നുള്ള തഹരീക്ക് ജദീദ്, വഖഫ് ജദീദ്, മറ്റ് നിർബന്ധ ചന്തകൾ എന്നിവയിലും കൊടുത്തു.
അതിനുശേഷം എല്ലാ മാസവും നിറഞ്ഞ ഡബ്ബയുമായി അദ്ദേഹം വരാറുണ്ട്. ഡിസംബർ അവസാന ജുമായിൽ വഖഫിന്റെ അവസരത്തിൽ തന്റെ കഴിവനുസരിച്ച് വലിയൊരു സംഖ്യ സാമ്പത്തികമായി അദ്ദേഹം നൽകി. അഹമ്മദി ആയതിനു ശേഷം ത്യാഗം ചെയ്യാൻ ഒരു ആവേശമുണ്ടാകുന്നു. അതുകൊണ്ട് അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങളുടെ കാഴ്ചയും കാണാൻ കഴിയുന്നു. UK ചീൻ ജമാഅത്ത് സദസ്സായി പറയുന്നു, ഞങ്ങളുടെ ടാർഗറ്റിൽ വലിയൊരു കുറവുണ്ടായിരുന്നു. അതുകൊണ്ട് തഹജ്ജുദിൽ എഴുന്നേറ്റ് ദുആ ചെയ്യുമായിരുന്നു. ഒരു ദിവസം എന്റെ ഭാര്യ പറഞ്ഞു, ഇന്ന കുടുംബത്തിലെ ഇന്ന വ്യക്തികളോട് പറഞ്ഞാൽ നിങ്ങൾക്ക് കൂടുതലായി ചേരുന്നതാണ്. അങ്ങനെ അവരോട് പറഞ്ഞപ്പോൾ ആ കുടുംബം പറഞ്ഞു, ഞങ്ങളുടെ പേര് വെളിപ്പെടുത്തരുത്. 1000 പൗണ്ട് അവർ കൊടുത്തു. കൂടാതെ 1000 പൗണ്ട് മക്കളുടെ പേരിലും നൽകി. തുറന്നു പറഞ്ഞു, ഇനിയും ആവശ്യമുണ്ടെങ്കിൽ തീർച്ചയായും പറയണം. UK വഖഫ് ജനറൽ സെക്രട്ടറി ഇസ്ലാമാബാദ് പറയുന്നു, യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഗ്രാജുവേഷൻ ചെയ്തതിനു ശേഷം കുട്ടികളുടെ പരിപാലനത്തിൽ മുഴുകിയിരിക്കുകയായിരുന്നു. ഇപ്പോൾ എന്റെ മക്കൾക്ക് 5ഉം 8ഉം വയസ്സ് ആയിരിക്കുന്നു. എല്ലാ ചന്തകളും ഭർത്താവിന്റെ വരുമാനത്തിൽ നിന്നാണ് കൊടുത്തുകൊണ്ടിരുന്നത്. എന്റെ അക്കൗണ്ടിൽ കുട്ടികളുടെ ചൈൽഡ് ബെനിഫിറ്റ് മാത്രമാണ് വരുന്നത്. അള്ളാഹുവിന്റെ മാർഗത്തിൽ എത്ര കൊടുത്താലും അത് യഥാർത്ഥ സാമ്പത്തിക ത്യാഗമാകില്ലെന്നാണ് ഞാൻ കരുതിയത്. അവർ അങ്ങനെ ഈ വർഷം സെപ്റ്റംബറിൽ എന്റെ സ്വകാര്യ അക്കൗണ്ടിൽ നിന്ന് ചന്തകൾക്ക് വേണ്ടി സ്റ്റാൻഡിംഗ് ഓർഡർ മുഖേന വസിയത്ത്, തരീഖ് ജദീദ്, വഖഫ് ചന്തകൾ കൂടാതെ പിതാമഹിയുടെയും പിതൃവിന്റെയും പേരിലും ചന്ത കൊടുക്കാൻ തുടങ്ങി. എന്റെ വരുമാനത്തിന് അനുസൃതമാകാനും അങ്ങനെ യഥാർത്ഥ ത്യാഗമാകാനും മാസങ്ങൾ നിശ്ചയിച്ചു. കൂടുതൽ ജോലിയുള്ള അനുഭവം ഉണ്ടാകാൻ അതേ മാസം ഞാൻ കുട്ടികളുടെ സ്കൂളിൽ ടീച്ചറായി ജോലിക്ക് അപേക്ഷ സമർപ്പിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ വിജയിക്കുമെന്ന് ഒരു പ്രതീക്ഷയുമില്ലായിരുന്നു. പറയുന്നു, എന്റെ അക്കൗണ്ടിൽ നിന്ന് ആദ്യമായി ചന്തയ്ക്കുള്ള തുക കൊടുത്തപ്പോൾ അതിന്റെ അടുത്ത ദിവസം തന്നെ എനിക്ക് സ്കൂളിൽ നിന്ന് ഇന്റർവ്യൂവിനുള്ള വിളിയെത്തി. എന്റെ അക്കൗണ്ടിൽ നിന്ന് രണ്ടാമത്തെ ഗഡു അടച്ചപ്പോൾ തന്നെ എനിക്ക് അസിസ്റ്റന്റ് ടീച്ചർ എന്ന ജോലിക്ക് പകരം സ്കൂളുകാർ മറ്റൊരു പ്രധാന ജോലിയാണ് എനിക്ക് തന്നത്. അങ്ങനെ എന്റെ വരുമാനം 10 മടങ്ങ് വർദ്ധിച്ചു. ഇത് അള്ളാഹുവിന്റെ മാർഗത്തിൽ കൊടുത്തതുകൊണ്ടാണെന്ന് എനിക്ക് പൂർണ്ണ ബോധ്യമുണ്ട്. ജർമ്മനി ഉപലി സാഹിബ് ഫർഹദ് സാഹിബ് പറയുന്നു, വിസാബാദൻ എന്ന ലോക്കൽ ഇമാരത്തിൽ ഒരു ഖാദിം പറയുന്നു, തരീഖ് ചന്ത കൊടുത്തു കഴിഞ്ഞിരിക്കുന്നു. വഖഫ് കൊടുക്കാനുള്ള ചന്ത അധിക ചന്ത എന്ന നിലയിൽ തരീഖ് ജദീദിൽ തന്നെ കൊടുത്തിരുന്നു. അതേ മാസം തന്നെ ടാക്സ് ഡിപ്പാർട്ട്മെന്റ് നിന്ന് നിങ്ങൾ 800 യൂറോ അടയ്ക്കണമെന്ന് പറഞ്ഞുകൊണ്ട് കത്ത് വന്നു. പക്ഷേ എന്നിട്ടും ഞാൻ വഖഫ് ചന്ത കൊടുത്തു. ടാക്സ് കടം വാങ്ങി വീട്ടാമെന്ന് കരുതി. അതിന് ഏതാനും ആഴ്ച കഴിഞ്ഞപ്പോൾ ടാക്സ് ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് താങ്കളുടെ കണക്കുകൾ വീണ്ടും പരിശോധിച്ചപ്പോൾ താങ്കൾ ഒരു പൈസയും അടയ്ക്കാനില്ലെന്ന് മറിച്ച് നിങ്ങൾക്ക് 4400 യൂറോ തിരികെ തരാനുണ്ടെന്നും പറഞ്ഞ് കത്ത് വന്നു. പറയുന്നു, കുറച്ചു ദിവസം ശേഷം എന്റെ വണ്ടി ആക്സിഡന്റ് ആയി നഷ്ടം വന്നു. ആരോ നഷ്ടം വരുത്തിയതാണ്. അതിൽ തുടർന്ന് എനിക്ക് 4700 യൂറോ കിട്ടുകയുണ്ടായി. ചുരുക്കത്തിൽ ഞാൻ അല്പം സാഹസം കാണിച്ച് ചന്ത വർദ്ധിപ്പിച്ചു കൊടുത്തപ്പോൾ അള്ളാഹു കൊടുക്കാനുള്ള സംവിധാനവും ഒരുക്കി തന്നു. ഇതിനെ ആരെങ്കിലും യാദൃച്ഛികം എന്ന് പറയുമായിരിക്കും. എന്നാൽ ഒരു വിശ്വാസി ഇത് അള്ളാഹുവിന്റെ പ്രത്യേക അനുഗ്രഹമാണെന്ന് മനസ്സിലാക്കുന്നു. കാനഡയിൽ ലജ്ന സദർ പറയുന്നു, ഒരു സഹോദരി പറയുന്നു, 3 വർഷം മുമ്പ് അവരുടെ ഭർത്താവ് പഠനത്തിൽ വ്യാപൃതനായിരുന്നു. ജോലിയോടൊപ്പം പുറത്തുള്ള ജോലികളും അവർക്ക് തന്നെ ചെയ്യേണ്ടതായി വന്നു. ഇത്രമാത്രം ക്ഷീണിപ്പിക്കുന്ന ജോലി അവരെ അസ്വസ്ഥയാക്കി. അവർ രോഗിണിയുമായി. അതിനിടയിൽ വഖഫ് ചെയ്ത് തരീഖ് വാഗ്ദാനത്തിന് സമയമായപ്പോൾ വരുമാനത്തെക്കാളും ഇരട്ടി വാഗ്ദാനം എഴുതിച്ചു. കുറച്ചു കാലത്തിനുള്ളിൽ അവരുടെ ജോലി നഷ്ടമാവുകയും വളരെ സാമ്പത്തിക ഞെരുക്കം അനുഭവപ്പെടാൻ തുടങ്ങി. ക്രെഡിറ്റ് കാർഡ് കൊണ്ട് ചെലവുകൾ നടത്താൻ തുടങ്ങി. വർഷാവസാനം ചന്ത കൊടുക്കേണ്ട സമയമെത്തിയപ്പോൾ നിർബന്ധിതാവസ്ഥയിൽ അള്ളാഹുവിൽ തവക്കൽ ചെയ്തുകൊണ്ട് ക്രെഡിറ്റ് കാർഡ് കൊണ്ട് തന്നെ ചന്തയും കൊടുത്തു വീട്ടി. അതേ ദിവസങ്ങളിൽ തന്നെ ക്രെഡിറ്റ് പ്രൊട്ടക്ഷൻ ഇൻഷുറൻസ് ഉള്ളതുകൊണ്ട് ജോലി നഷ്ടപ്പെട്ടിട്ടുമായിട്ടുണ്ടെങ്കിൽ അപേക്ഷ കൊടുക്കാമെന്ന് ബാങ്കിൽ നിന്ന് അറിയാൻ കഴിഞ്ഞു. അങ്ങനെ അവരുടെ ക്രെഡിറ്റ് കാർഡിന്റെ അടവിനുള്ള എല്ലാ സാഹചര്യവും ഉണ്ടായി. അതോടൊപ്പം പുതിയ ജോലിയും കിട്ടി. അത് ആദ്യത്തെ ജോലിയേക്കാളും നല്ലതായിരുന്നു. സാമ്പത്തിക സ്ഥിതി നന്നായി തുടങ്ങി. അവർ നേരത്തേലും അധികം നിർബന്ധ ചന്തകളും കൊടുത്തു. ഐച്ഛിക ചന്തകളും ഇവിടെ വാഗ്ദാനവും വർദ്ധിപ്പിച്ചു. ഇതിനിടയിൽ ഭർത്താവിന്റെ പഠനവും പൂർത്തിയായി. അദ്ദേഹത്തിന് നല്ല ജോലി കിട്ടി. അവർ തന്നെ ജോലി ഒഴിവാക്കി. ഭർത്താവിന്റെ ജോലിയിൽ തന്നെ ചെലവുകൾ നടക്കാൻ തുടങ്ങി. ഇന്തോനേഷ്യയിലെ ഉബലി അമീൻ സാഹിബ് എഴുതുന്നു, എപ്പോഴും വഖഫ് ചെയ്ത് തരീഖ് ചന്ത റമദാനിൽ തന്നെ കൊടുത്തു തീർക്കണമെന്ന്
കുടുംബത്തിന് ആഗ്രഹമുണ്ടായിരുന്നു. ഈ വർഷം വരുമാനം കുറവായിരുന്നു. വാഗ്ദാനം പൂർത്തിയാക്കാൻ കഴിയുമെന്ന് പ്രത്യക്ഷത്തിൽ തോന്നിയിരുന്നില്ല. മുബലി സാഹിബ് എഴുതുന്നു, റമദാൻ മാസത്തിൽ തന്റെ കുടുംബത്തോടൊപ്പം 4 കിലോമീറ്റർ ദൂരം മലായിൽ നടന്നുപോയി തങ്ങളുടെ വയലിൽ പണിയെടുത്ത് അത് മുഖേന ചന്ത പൂർത്തീകരിക്കുകയും ചെയ്യുന്നത് ഞാൻ കണ്ടതാണ്. അങ്ങനെ അവർ റമദാനിൽ തങ്ങളുടെ 2 ലക്ഷം വാഗ്ദാനം പൂർത്തിയാക്കി. ഇത്രയും തുക കണ്ട പരിശ്രമം കൂടാതെ ഉണ്ടാക്കാൻ അവർ കഴിയുമായിരുന്നില്ല. മുബലി സാഹിബ് പറയുന്നു, നോമ്പെടുത്ത് ഇത്രമാത്രം അധ്വാനിക്കാൻ എന്താണ് കാരണം? അദ്ദേഹം പറഞ്ഞു, എന്റെ കുടുംബം കാലത്തിന്റെ ഖലീഫയുടെ ആജ്ഞ പാലിച്ചുകൊണ്ട് അള്ളാഹുവിന് സന്തോഷം കരസ്ഥമാക്കാൻ ആഗ്രഹിക്കുന്നു. ബുർക്കിന ഫാസോയിലെ ഇക്കായ ജമാഅത്തിലെ നയാബ് നാപ്പ സാഹിബ് ബയ്യത്ത് ചെയ്ത് 10 വർഷമായിരുന്നു. എന്നാൽ ചന്ത കൊടുക്കുന്നതിൽ ദൗർബല്യമുണ്ടായിരുന്നു. വീട്ടിലധികവും രോഗവും പ്രയാസങ്ങളുമായിരുന്നു. കുറച്ചു കാലമായി അദ്ദേഹം ചന്തകൾ, പ്രത്യേകിച്ചും തരീഖ് ജദീദ്, വഖഫ് ചന്തകൾ കൃത്യമായി കൊടുക്കാൻ തുടങ്ങി. അത് കാരണം അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ പ്രയാസങ്ങൾ മാത്രമല്ല മറിച്ച് രോഗങ്ങളിൽ നിന്നും അള്ളാഹു ശിഫ നൽകി. ഈ വർഷം കൂടുതലായി വഖഫ് ഇതിൽ ഭാഗവക്കായി. അദ്ദേഹത്തിന് ജോലി നൽകാതിരുന്നവർ സ്വയം അദ്ദേഹത്തിന്റെ അടുത്തെത്തി കോൺട്രാക്ട് നൽകി തുടങ്ങി. ഇദ്രീസ് സാഹിബ് പറയുന്നു, അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ വഖഫ് ജദീദ് സമ്പത്ത് വർദ്ധിക്കുന്നതിന് നിമിത്തമായി. ഇതാണ് കടം തിരിച്ചു കൊടുക്കുന്നതിനുള്ള അള്ളാഹുവിന്റെ രീതി. ചില സംഭവങ്ങളാണ് ഞാൻ പറഞ്ഞത്. ഇത്തരം അനേകം സംഭവങ്ങളുണ്ട്. അള്ളാഹു എപ്പോഴും ജമാഅത്ത് അംഗങ്ങളോട് ഇതേ രീതിയിൽ തന്നെ വർത്തിക്കുമാറാകട്ടെ. കൂറോടും ആത്മാർത്ഥതയോടും കൂടി ത്യാഗങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുക. അള്ളാഹു അവന്റെ അനുഗ്രഹങ്ങളുടെ ദൃശ്യങ്ങൾ കാണിച്ചു തരുമാറാകട്ടെ. ഇനി ഞാൻ വഖഫ് ജദീദിന്റെ പുതുവർഷ വിളംബരം പ്രഖ്യാപിക്കുകയാണ്. കഴിഞ്ഞ വർഷത്തിലെ ചില കണക്കുകളും സമർപ്പിക്കുന്നതാണ്. അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ 63ാമത് വർഷം 2020 ഡിസംബർ 30 അവസാനിച്ചു. 64ാമത്തെ വർഷം ജനുവരി 1 മുതൽ ആരംഭിച്ചിരിക്കുന്നു. അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ ഈ വർഷം, ഈ നടപ്പ് വർഷത്തിൽ 1,05,30,000 പൗണ്ട് കുർബാനി കൊടുക്കുന്നതിന് അള്ളാഹു ജമാഅത്തിന് തൗഫീഖ് നൽകിയിരിക്കുന്നു. ഇതിൽ പിരിഞ്ഞു കിട്ടിയത് അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് 8,87,000 പൗണ്ട് അധികമാണ്. അൽഹംദുലില്ലാ. ഇത് ഏതെങ്കിലും മനുഷ്യന്റെ പ്രയത്ന ഫലമായിട്ട് ഉള്ളതല്ല, മറിച്ച് അള്ളാഹുവിന്റെ തികച്ചും അനുഗ്രഹം കൊണ്ട് മാത്രമാണ് ഉണ്ടായത്. ബ്രിട്ടൻ ജമാഅത്ത് ലോക ജമാഅത്തുകളിൽ 1ാം സ്ഥാനത്താണുള്ളത്. വളരെ വലിയ വർധനമാണ് അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ അവരുണ്ടാക്കിയിട്ടുള്ളത്. ബ്രിട്ടനിലെ ലജ്ന ഇമായില്ലയും അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ വളരെ ശ്രമകരമായ രീതിയിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. ഇപ്രാവശ്യം ഈ ഉണ്ടായ വർധനവിൽ വലിയ അളവിൽ പുരുഷന്മാരും സ്ത്രീകളോടൊപ്പം തന്നെ പ്രയത്നിച്ചിട്ടുണ്ടെന്ന് മനസ്സിലാക്കാൻ കഴിയുന്നു. 2ാം സ്ഥാനത്ത് ജർമ്മനിയാണ്. അവരും നല്ല രീതിയിൽ വർധനമുണ്ടാക്കിയിട്ടുണ്ട്. പക്ഷേ ഇപ്പോഴും ബ്രിട്ടൻ വളരെ മുന്നിലാകുന്നു. പാകിസ്ഥാൻ കറൻസിയുടെ അടിസ്ഥാനത്തിൽ വളരെ പിന്നിലാണ് ജമാഅത്തുകളുടെ ഇടയിൽ. 3ാം സ്ഥാനത്താണുള്ളത്. പക്ഷേ മൊത്തത്തിൽ രാജ്യത്തിലുള്ള കറൻസിയുടെ അടിസ്ഥാനത്തിൽ ഇവിടെയും പുരോഗതി ഉണ്ടായിട്ടുണ്ട്. അവിടെയുള്ള ആളുകൾ ത്യാഗങ്ങൾ ചെയ്യുന്നു. പാകിസ്ഥാനിൽ ജീവത്യാഗവും ചെയ്തുകൊണ്ടിരിക്കുന്നു. സാമ്പത്തിക ത്യാഗവും അതോടൊപ്പം തന്നെ മാനസികമായ ത്യാഗവും ചെയ്യുന്നു. അവർക്ക് നിരന്തരമായി അവർ ടോർച്ചർ ചെയ്യപ്പെടുന്നു. അള്ളാഹു അവർക്കും എളുപ്പമുണ്ടാക്കുമാറാകട്ടെ. കാനഡ 4ാം സ്ഥാനത്താകുന്നു. പിന്നെ അമേരിക്ക, തുടർന്ന് ഭാരത്, അതിനുശേഷം ഓസ്ട്രേലിയ, പിന്നെ മിഡിൽ ഈസ്റ്റിലുള്ള ഒരു ജമാഅത്ത്, തുടർന്ന് ഇന്തോനേഷ്യ, അതിനുശേഷം ഘാന. ഘാനയും ആഫ്രിക്കൻ രാഷ്ട്രങ്ങളിൽ നിന്ന് പുറത്തു വന്ന് ലോകത്തിലെ വലിയ രാഷ്ട്രങ്ങളുടെ ഗണത്തിൽ ഉൾപ്പെട്ടിരിക്കുന്നു.
ആദ്യത്തെ 10 ജമാഅത്തുകളിൽ വന്നിരിക്കുന്നു. ആളാഹുരി അടച്ചതിന്റെ അടിസ്ഥാനത്തിൽ അമേരിക്കയാണ് ഒന്നാം സ്ഥാനത്ത്, പിന്നെ സ്വിറ്റ്സർലാൻഡ്, അതിനുശേഷം ബ്രിട്ടൻ. ആഫ്രിക്കയിൽ മൊത്തം പിരിവിന്റെ അടിസ്ഥാനത്തിൽ ഘാനയാണ് ഒന്നാം സ്ഥാനത്ത്. രണ്ടാം സ്ഥാനത്ത് മൊറീഷ്യസ്, തുടർന്ന് നൈജീരിയ, ബുർക്കിന ഫാസോ, തൻസാനിയ, സെറാലിയോൺ, ഗാംബിയ, കെനിയ, മാലി എന്നിവയാകുന്നു. ചന്തയിൽ ഭാഗവാക്കായവരുടെ മൊത്തം എണ്ണം 14,52,000 ആകുന്നു. പിരിവിന്റെ അടിസ്ഥാനത്തിൽ ബ്രിട്ടനിലെ ആദ്യത്തെ 10 ജമാഅത്തുകൾ: ഫാരൻഹം ഒന്നാം സ്ഥാനത്ത്, ഇസ്ലാമാബാദ് രണ്ടാം സ്ഥാനത്ത്, വെസ്റ്റർ പാർക്ക് മൂന്നാം സ്ഥാനത്ത്, പട്ടണി നാലാം സ്ഥാനം, ബർമിംഗ്ഹാം അഞ്ചാം സ്ഥാനം, ജലം ആറാം സ്ഥാനം, സൗത്ത് ചീം ഏഴാം സ്ഥാനത്ത്, മസ്ജിദ് ഫസൽ എട്ടാമത്, ബർമിംഗ്ഹാം വെസ്റ്റ് 9ാമത്, ന്യൂ മോൾഡൺ 10ാം സ്ഥാനത്ത്. മൊത്തം പിരിവിന്റെ അടിസ്ഥാനത്തിൽ ആദ്യത്തെ 5 റീജിയനുകൾ ഇവയാകുന്നു. ഒന്നാം സ്ഥാനത്ത് ബൈത്തുൽ ഫുത്തു, പിന്നെ മസ്ജിദ് ഫസൽ, അതിനുശേഷം ഇസ്ലാമാബാദ്, തുടർന്ന് മിഡ്ലാൻഡ്, പിന്നെ ബൈത്തുൽ എഹ്സാൻ. വഖഫ് ജദീദ് ലെഡ്ജറിൽ ആദ്യത്തെ 10 ജമാഅത്തുകൾ: ഫാരൻഹം ഒന്നാം സ്ഥാനത്ത്, പിന്നെ ഇസ്ലാമാബാദ്, പിന്നെ റോഹ്മട്ടൻ വെൽ, ബൈത്തുൽ ഫുത്തു, മച്ചൽ പാർക്ക്, ഗ്ലാസ്കോ, ചീം, കിൽഫർഡ്, ഡസ്റ്റർ പാർക്ക്, ബർമിംഗ്ഹാം സൗത്ത്. ചെറിയ ജമാഅത്തുകളുടെ അടിസ്ഥാനത്തിൽ ഹാമിൽട്ടൺ, സപ്പ, സ്പെയിൻ വാലി, ബോറൻമിത്ത്, ബർട്ടൺ, മോണ്ടർനെറ്റ്, പീറ്റർബറ, കൗൺട്രി, എഡംബറ, കാത്തലി, സവാൻറി. ജർമ്മനിയിലെ 5 ലോക്കൽ ജമാഅത്തുകൾ: ആദ്യത്തേത് ഹംബർഗ് ഒന്നാം സ്ഥാനം, പിന്നെ ഫ്രാങ്ക്ഫർട്ട്, ബറോസ്ബാവൻ, ഗ്രാസ്ഗ്രാവ്, ഡട്സൺബാഖ്. ചന്ത കൊടുത്ത വലിയവരുടെ കണക്കനുസരിച്ച് ആദ്യത്തെ 10 ജമാഅത്തുകൾ ജർമ്മനിയിൽ റോഡർമാർക്ക്, അതിനുശേഷം നോയിസ്, നേഡ, മഹദിയാബാദ്, മൈനസ്, കോബ്ലൻസ്, ഹനൗ, ലാംഗൻ, ഫോളോൻസ്, ഹൈംബൻസ്, ഹൈം പനിബർഗ്. കുട്ടികളുടെ രജിസ്റ്ററിന്റെ അടിസ്ഥാനത്തിൽ ആദ്യത്തെ 5 റീജിയനുകൾ: ഹേസൻ റോ വെസ്റ്റ്, ഹേസൻ വേഡെ, റൈൻലാൻഡ്, ഫാൾസ് വെസ്റ്റ്, ഫാലന്റൈൻസ്. പാകിസ്ഥാനിൽ ആദ്യത്തെ 3 ജമാഅത്തുകൾ: ലാഹോർ, റബുവ, കറാച്ചി. ചന്ത കൊടുത്തവരുടെ വലിയ ആളുകളുടെ ഗണത്തിൽ ജില്ലകളുടെ പൊസിഷൻ ഇപ്രകാരമാകുന്നു: ഇസ്ലാമാബാദ്, റാവൽപിണ്ടി, സർഗോദ, ഗുജറാത്ത്, ഗുജറൻവാല, ഉമർകോട്ട്, ഹൈദരാബാദ്, പിഷാവർ, മീർപുർ ഖാസ്, ഡേറ ഗാസി ഖാൻ. മൊത്തം പിരിവിന്റെ അടിസ്ഥാനത്തിൽ ആദ്യത്തെ 10 ജമാഅത്തുകൾ: ഡിഫൻസ് ലാഹോർ, ഇസ്ലാമാബാദ് ടൗൺ ഷിപ്പ് ലാഹോർ,
ഗിൽഫട്ടൺ കറാച്ചി, ദാറുസിക്കർ ലാഹോർ, ഗുൽഷനാബാദ് കറാച്ചി, സമനാബാദ്, അസീസാബാദ് കറാച്ചി, റാവൽപിണ്ടി ടൗൺ, അല്ലാമ ഇക്ബാൽ ടൗൺ ലാഹോർ. കുട്ടികളുടെ ലെഡ്ജറിന്റെ അടിസ്ഥാനത്തിൽ പാകിസ്ഥാനിലെ ആദ്യത്തെ 3 ജമാഅത്തുകൾ ലാഹോർ, കറാച്ചി, റബുവ. കുട്ടികളുടെ ലെഡ്ജറിന്റെ അടിസ്ഥാനത്തിൽ ജില്ലകൾ ഇസ്ലാമാബാദ്, ഗുജറൻവാല, സർഗോദ, ഷേഖുപുര, ഫൈസലാബാദ്, ഡേറാഗാസി ഖാൻ ഗുജറാത്ത്, ഉമർകോട്ട്, നാരോവാൾ, ബഹാവൽ നഗർ. കാനഡയിലെ ഇമാരത്തുകൾ ആദ്യത്തേത് 1ാം സ്ഥാനത്ത് പീസ് വില്ലേജ്, പിന്നെ വെങ്കർ, ബർമിംഗ്ടൺ വെസ്റ്റ്, ടൊറോണ്ടോ വെസ്റ്റ്. കാനഡയുടെ ആദ്യത്തെ 10 ജമാഅത്തുകൾ ബ്രെഡ്ഫോർഡ്, ഡർഹം മിൽട്ടൺ ഈസ്റ്റ്, ഏഡൻ മിൽട്ടൺ വെസ്റ്റ്, വേർഡ്സൺ മിൽട്ടൺ വെസ്റ്റ്, റജൈന ആൾട്ടോ വെസ്റ്റ്, ഏഡ്രി, എപ്റ്റസ് ഫോർഡ്. അത്ഫാലിലെ ആദ്യത്തെ ജമാഅത്തുകൾ ഇമാരത്തുകൾ ടൊറോണ്ടോ വെസ്റ്റ്, പീസ് വില്ലേജ്, കാലിഗറി, ബർമിംഗ്ടൺ വെസ്റ്റ്. ജമാഅത്തുകൾ അത്ഫാലിന്റെ എണ്ണത്തിൽ ബ്രാഡ്ഫോർഡ്, ഡർഹം, മിൽട്ടൺ വെസ്റ്റ്, ഹമൽട്ടൺ, മൗണ്ടൻ. പിരിവിന്റെ അടിസ്ഥാനത്തിൽ അമേരിക്കയിലെ 10 ജമാഅത്തുകൾ മാരിലാൻഡ്, ലോസ് ഏഞ്ചലസ്, സൈറ്റൽ, സിലിക്കോൺ വാലി, ബോസ്റ്റൺ, ആസ്റ്റൺ, ഓഷ്കോഷ്, സറാക്കോസ്, മിനിസോട്ട. കുട്ടികളുടെ രജിസ്റ്ററിന്റെ അടിസ്ഥാനത്തിൽ ജമാഅത്തുകൾ മേരിലാൻഡ്, ലോസ് ഏഞ്ചലസ്, സൈറ്റൽ, ലാൻഡോ, വസലിക്കോൺ, വേലി, ഓസ്റ്റൺ, ഓഷ്കോഷ്, മിസൂട്ട, വെക്സ്ഫഷ് ബർഗ്. ഭാരതത്തിലെ ആദ്യത്തെ സംസ്ഥാനങ്ങൾ 1 കേരള, പിന്നീട് തമിഴ്നാട്, ജമ്മു കാശ്മീർ, തെലങ്കാന, കർണാടക, ഒഡീഷ, പഞ്ചാബ്, വെസ്റ്റ് ബംഗാൾ, ഡൽഹി, ഉത്തർപ്രദേശ്. ജമാഅത്തുകളിൽ കോയമ്പത്തൂർ, പിന്നെ കാദിയാൻ, പത്തപ്പിരിയം, ഹൈദരാബാദ്, കൽക്കത്ത, മാംഗ്ലൂർ, കാലിക്കറ്റ്, കണ്ണൂർ ടൗൺ, ഋഷിനഗർ, കേരങ്. ആസ്ട്രേലിയയിലെ 10 ജമാഅത്തുകൾ മെൽബൺ, ലാംഗ് വാറൻ, കാസൽ ഹിൽ, മാസ്ഡൻ പാർക്ക്, മെൽബൺ, ബേറുക്, എഡിലേഡ് സൗത്ത്, മൗണ്ട് റൗണ്ട്, ബസ്ത്, പേസ്ത്, പർത്ത് ലോഗൺ, ഈസ്റ്റ് ബ്ലാക്ക് ടൗൺ. ചന്ത വലിയവരുടെ കണക്കനുസരിച്ച് ആദ്യത്തെ ജമാഅത്തുകൾ മൽബർ, ലാംഗൺ, വാറൻ, കാസൽ ഹിൽ, മാസ്ഡൻ പാർക്ക്, മെൽബൺ പാർക്ക്, ബേസ്ത്, മൗണ്ട് ഡെറോയിറ്റ്, ബ്ലാക്ക് ടൗൺ, എഡിലഡ് സൗത്ത്, പെർത്ത്, കാൻബറ. അത്ഫാലുകളുടെ അടിസ്ഥാനത്തിൽ ജമാഅത്തുകൾ മെൽബൺ, ലാംഗ്, എഡിലാൻഡ്, മെൽബൺ, ബെറൂക്ക്, മൗണ്ട് ഡ്രൗട്ട്, ലോഗോൺ, ഈസ്റ്റ് പേസ്ത്, കാസൽ ഹിൽ, മെൽബൺ, ഈസ്റ്റ് എഡിലോട്ട്, വെസ്റ്റ്. അള്ളാഹു ഈ ത്യാഗങ്ങൾ ചെയ്തവരുടെ
സമ്പത്തിലും സന്താനങ്ങളിലും അനുഗ്രഹങ്ങൾ പ്രദാനം ചെയ്യുമാറാകട്ടെ. അവർക്ക് ആത്മീയ പുരോഗതി നൽകുമാറാകട്ടെ. അള്ളാഹുവിനോടും അവന്റെ ദാസന്മാരോടുമുള്ള കടപ്പാടുകൾ നിറവേറ്റുന്നവരായി ഇവർ മാറുമാറാകട്ടെ. ഈ ദിവസങ്ങളിൽ ഞാൻ വീണ്ടും പാകിസ്ഥാനിലെ അഹമ്മദികൾക്ക് വേണ്ടി ദുആക്ക് പ്രത്യേകമായി ആഹ്വാനം ചെയ്യുകയാണ്. അള്ളാഹു അവരുടെ പ്രയാസങ്ങൾ ദൂരീകരിക്കുകയും ബുദ്ധിമുട്ടുകൾ അകറ്റുകയും ചെയ്യുമാറാകട്ടെ. അവരിലേക്ക് ശത്രുക്കളുടെ കൈകൾ എത്താതിരിക്കുമാറാകട്ടെ. ഇസ്ലാഹ് സാധ്യമല്ലാത്ത ശത്രുക്കളെ അള്ളാഹു തന്നെ പിടികൂടുന്നതിനുള്ള സംവിധാനം ഒരുക്കുമാറാകട്ടെ. തടങ്കലിൽ കഴിയുന്നവർക്ക് എത്രയും പെട്ടെന്ന് പുറത്തു വരുന്നതിനുള്ള സംവിധാനം ഒരുക്കുമാറാകട്ടെ. ഇവിടെ അൾജീരിയയിലെ തടവുകാരുമുണ്ട്. അൾജീരിയയിലും ശക്തമായ രീതിയിൽ എതിർപ്പുകളുണ്ട്. അവർക്ക് വേണ്ടി ദുആ ചെയ്യുക. അള്ളാഹു അവർക്കും ശാന്തിയും സമാധാനവും നൽകുമാറാകട്ടെ. പ്രത്യേകിച്ചും ദുആകളും നഫറുകളും സദക്കുകളിലും ശ്രദ്ധിക്കുക. പാകിസ്ഥാനിലെ മൊത്തത്തിലുള്ള അവസ്ഥയും സമാധാനപരമായി ശരിയല്ല. അവർക്ക് വേണ്ടിയും ദുആ ചെയ്യുക. അള്ളാഹു സമാധാനത്തിനുള്ള അവസരം അവിടെ ഉണ്ടാക്കുമാറാകട്ടെ. അവർ പരസ്പരം കഴുത്തറക്കുന്നതിന് തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ്. ഭീകരവാദവും ഫിത്നയും ഫസാദും അവിടെയുണ്ട്. അള്ളാഹു അത് എത്രയും പെട്ടെന്ന് ഇല്ലാതാക്കുന്നതിനുള്ള സംവിധാനം ഒരുക്കുമാറാകട്ടെ. അവിടെയുള്ള സംവിധാനങ്ങൾക്കും ഭരണകൂടത്തിനും അള്ളാഹു ബുദ്ധി നൽകുകയും യഥാർത്ഥ രീതിയിൽ പൊതുജനങ്ങളെ സേവിക്കുന്നവർ ആകാൻ അവർ കഴിയുകയും ചെയ്യുമാറാകട്ടെ. അവർ നീതിപൂർവം പ്രവർത്തിക്കുന്നവരാകുമാറാകട്ടെ. അതുപോലെ തന്നെ ലോകത്തിന്റെ മൊത്തത്തിലുള്ള അവസ്ഥകൾക്ക് വേണ്ടിയും ദുആ ചെയ്യുക. അത് വളരെയധികം പെട്ടെന്ന് മോശമായി കൊണ്ടിരിക്കുകയാണ്. അള്ളാഹു മനുഷ്യകുലത്തോട് കരുണ കാണിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി നഹ്മദുഹു വനസ്തഈനുഹു വനസ്തഗ്ഫിറുഹു വനുഅ്മിനു ബിഹി വനതവക്കലു അലൈഹി വനഊദു ബില്ലാഹി മിൻ ശുറൂരി അൻഫുസിനാ ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له ونشهد أن لا إله إلا الله ونشهد أن محمدا عبده ورسوله عباد الله رحمكم الله إن الله يأمر بالعدل والإحسان وإيتاء ذي القربى وينهى عن الفحشاء والمنكر والبغي يعظكم لعلكم تذكرون اذكروا الله يذكركم وادعوه يستجب لكم ولذكر الله أكبر.